ശ്രീ ആർ ബാലകൃഷ്ണൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാൽമീകിയുടെ രാമൻ, അതാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അതിലേക്ക് അദ്ദേഹം ഇത് വർക്ക് ചെയ്യുന്നില്ല, ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, ആ സ്പീക്കർ. ഹലോ 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 ഈ സ്പീക്കർ ശരി അതങ്ങ് കിട്ടോ അങ്ങനെ എത്തൂല അങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ്, അതിലേറെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ കാരണം സദസ്സിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഭഗവാന്റെ അനുഗ്രഹം നിർലോഭം ഒഴുകിയെത്തുന്ന, അനുസ്യൂതം ഒഴുകിയെത്തുന്ന ഈ ക്ഷേത്രമുറ്റത്ത് വന്നെത്താൻ കഴിഞ്ഞതിലുള്ള, ആദ്യമായി വന്നെത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം സ്വാഭാവികമായും അതൊരു നിറഞ്ഞ സന്തോഷവും അതിലുപരി വളരെ ചാരിതാർത്ഥ്യജനകവുമായ കാര്യമാണ്. ഞാനും പലയാവർത്തി ഈ റെയിൽവേ ട്രാക്കിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്, ജോലി സംബന്ധമായി. ഞാനിപ്പോൾ സാറുമായിട്ട് സംസാരിക്കുക, ഏതാണ്ട് ഒരു 30-35 വർഷത്തിലേറെ കാലം ഇതിന് തൊട്ടു മുൻപിലുള്ള റെയിൽവേ ട്രാക്കിലൂടെയാണ് ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ കാണുന്നൊരു ക്ഷേത്രമാണ്, അന്നു മുതലേ കാണുന്നൊരു ക്ഷേത്രമാണ്. പിന്നീട് തീവണ്ടിയിലെ സ്ഥിരയാത്രക്കാരനായപ്പോൾ ഇവിടെ ഇറങ്ങി, പുറകിൽ ഒരു ആശുപത്രി വന്നപ്പോൾ ഇവിടെ ഇറങ്ങി തൊഴുത് ആശുപത്രിയിലേക്ക് പോകുന്ന ചില സുഹൃത്തുക്കൾ കമ്പാർട്ട്മെന്റിലുണ്ടാകും. അങ്ങനെ ഈ ക്ഷേത്രവുമായി അത്ര എനിക്ക് ബന്ധമുള്ളൂ. പക്ഷെ ഇന്ന് വളരെ യാദൃശ്ചികമായി ഞാനിവിടെ വരാൻ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പകരം വരേണ്ടിയിരുന്ന മറ്റൊരു മഹാനുഭാവനാണ്. അദ്ദേഹത്തിന് മറ്റെന്തോ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് സാറെന്നെ വിളിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ എനിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാൽമീകിയുടെ രാമനെ കുറിച്ചാണ് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. വാൽമീകിയുടെ രാമനും നമ്മൾ വായിക്കുന്ന അധ്യാത്മരാമായണത്തിലെ രാമനും ഒന്ന് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല, ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഭക്തി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ഭക്തി ഏക വിഷയമായി മുന്നിൽ വെച്ച് ഭക്തന്മാർക്ക്, സാധാരണ ഭക്തന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുത്തച്ഛൻ അതിനൊരു ഭാഷ ചമച്ചു. അത് ഇന്ത്യയിൽ എല്ലാ ഭാഷയിലും അധ്യാത്മരാമായണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ.
സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ അധ്യാത്മരാമായണങ്ങളുണ്ട്. അതെല്ലാം വ്യത്യസ്തമായ സ്വതന്ത്ര കൃതിയാണ്. അതിൽ മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണത്തിന് ഇതര അധ്യാത്മരാമായണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠമായ ഒരു വ്യത്യാസമുണ്ട്. അതും നമുക്കറിയാം. ശാരിക പൈതൽ പാടുന്ന രീതിയിൽ, കിളിപ്പാട്ട് രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭാരതത്തിലെ ഏക അധ്യാത്മരാമായണം മലയാളത്തിലുള്ളതാണ്. ഞാനിത് ഇങ്ങോട്ട് വരുന്നത്, നേരത്തെ കാർത്തികൻ ചേട്ടൻ ഒക്കെ സംസാരിക്കുന്ന സമയത്ത്, ഇങ്ങോട്ട് ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു വളരെ ഇതിഹാസതുല്യമായ ആ ഒരു സാമ്യം ഓർക്കുകയാണ്. ഒരു വലിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വാത്മീകിയുടെ രാമായണത്തെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക്, മലയാളം മാത്രം അറിയുന്ന സാധാരണക്കാർക്ക് ഒറ്റ വായനയിൽ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ രണ്ടാമതൊരാവർത്തി മുകളിലേക്ക് പോയി അതെന്താണെന്ന് നോക്കാതെ വായിച്ചു പോകാവുന്ന തികഞ്ഞ ലാളിത്യത്തോടെ, തികഞ്ഞ ലളിതമായ പദാവലികളോടെ നമ്മുടെ മുൻപിൽ എഴുത്തച്ഛൻ ഒരു രാമായണം അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്ന ഒരു മഹാദർശനത്തെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരുദേവൻ പറഞ്ഞു തന്നതും അത് തന്നെയാണ്. അദ്വൈതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിച്ചോടിപ്പോകും. അതെന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ മണ്ടത് എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മനസ്സിലാവും ഇതാണ് അദ്വൈതം എന്ന് മനസ്സിലായത്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു മഹാസാഗരത്തെ വളരെ ലളിതമായ പദങ്ങളാൽ, വളരെ ലളിതമായ വാക്കുകളിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത്യന്തം ലളിതമായി, സരസമായി, മധുരമായി ആധ്യാത്മികതയെക്കുറിച്ചും അദ്വൈതത്തെക്കുറിച്ചും പറഞ്ഞ ഒരു ആചാര്യന്റെ ചിത്രത്തിനു മുന്നിൽ സുഹൃത്തുക്കൾക്കും ആ സുഹൃത്തുക്കളായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് പിന്തുണ കൊടുത്ത മറ്റെല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ വളരെ സ്നേഹപൂർവ്വം എൻ്റെ കൃതജ്ഞത ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ആലോചിച്ചിട്ടുള്ളത്, ഇപ്പോൾ രാമായണം എല്ലായിടത്തും വായിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ശാഖകളിൽ വായിക്കുന്നുണ്ട്, കരയോഗങ്ങളിൽ വായിക്കുന്നുണ്ട്, വീടുകളുടെ കൂട്ടായ്മകൾ, ഓരോ ദിവസം ഓരോ വീട്ടിൽ കൂടി ചേർന്നിരുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അധ്യാത്മരാമായണം വായിക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് വായിക്കുന്ന, വീടുകളിൽ മാത്രം ഇരുന്ന് ഒറ്റയ്ക്ക് ചില അമ്മമാർ വായിക്കുന്നുണ്ട്, ക്ഷേത്രാങ്കണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഒരു മാറ്റമാണ്. സംഘടിതമായി സാമൂഹികമായൊരു ഐക്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് രാമായണത്തെ ഉൾക്കൊള്ളുന്നതാണ്, ഉൾച്ചേരുന്നതാണ്, ഒന്നിപ്പിക്കുന്നതാണ് എന്നൊരു ബോധ്യം വരത്തക്കവണ്ണം പ്രത്യേകിച്ചും അമ്മമാർ, പ്രത്യേകിച്ചും സഹോദരിമാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 10-20 വർഷങ്ങളായി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നതിന് സമാനമായ രീതിയിൽ കർക്കിടകത്തിലെ 30-31 ദിവസം അധ്യാത്മരാമായണം പാരായണം ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്, നിങ്ങളും ഒരു പക്ഷെ ആലോചിച്ചിട്ടുണ്ടാകണം, ആരായിരിക്കും ഈ അധ്യാത്മരാമായണം പാരായണം ചെയ്യാൻ ആരംഭിച്ചത് എന്ന് വെറുതെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറ്. വേണമെങ്കിൽ വളരെ ബൗദ്ധിക തലത്തിലൊക്കെ പറയുമ്പോൾ, ഭക്തിപ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഭക്തിപ്രസ്ഥാനം ജനങ്ങളിൽ വേരൂന്നതിനു വേണ്ടി എഴുത്തച്ഛനെ പോലെയും പൂന്താനത്തെ പോലെയും ഉള്ള ആൾക്കാർ മലയാളത്തിൽ എഴുതിയ ഗീതങ്ങളൊക്കെ വായിച്ച് ഭക്തിപ്രസ്ഥാനമൊക്കെ വളർന്ന് വികസിച്ചു പന്തലിച്ചു എന്നൊക്കെ വേണമെങ്കിൽ സാഹിത്യ ഭാഷയിലൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഭക്തിപ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനമൊക്കെ ആരംഭിക്കുന്നതിന് മുൻപും രാമായണം വായിച്ച ഒരു അമ്മയുണ്ടാകും. ആ അമ്മയാണ് രാമായണം ആദ്യമായിട്ട് വായിച്ചിട്ടുള്ളത്. കർക്കിടകത്തിലെ തോരാ പേമാരിയിൽ തോരാത്ത കണ്ണുനീരിനെ ആ അമ്മ മറികടന്നിട്ടുണ്ടാവുക രാമായണം വായിച്ചിട്ടാവും, രാമനെ വിളിച്ചിട്ടാവും, സങ്കടപ്പെട്ട കാൽക്കൽ വീണ് കരഞ്ഞിട്ടാവും പട്ടിണിയും ദുരിതവും ദുഃഖവും വേദനകളും ഒക്കെ ആ അമ്മ നമ്മളറിയാതെ മറികടന്നു വന്നിട്ടുണ്ടാകും. അങ്ങനെ ഏതോ ഒരു അമ്മയുടെ നെഞ്ചിൽ വിടർന്ന ഒരു ആശയമാകണം രാമന്റെ കാൽപാദങ്ങളിൽ കർക്കിടക മാസത്തിൽ പേമാരി പെയ്ത്ത് മറികടക്കാൻ ഒരു തോണിയായി, നൗകയായി ഈ രാമായണം ഉണ്ടാകണമെന്നൊരു തോന്നലുണ്ടായത്. എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഏതോ ഒരു അമ്മയുടെ അമ്മ മനസ്സിന്റെ വിങ്ങലിൽ നിന്നാകണം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആകാം, ആകാതിരിക്കാം.
പക്ഷെ സാധ്യതകൾ ഒരു അമ്മയ്ക്ക് തോന്നാനാണ് എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. എഴുത്തച്ഛൻ നമ്മളോട് ആവശ്യപ്പെട്ടതും അത് മാത്രമേ ഉള്ളൂ. രാമ എന്ന പദം പറഞ്ഞാൽ, ആവർത്തിച്ചാൽ ആർക്കും മോക്ഷം ലഭിക്കും. കൂടുതൽ രാമായണത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല. ആർക്കും മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞത് ശ്രീ പരമേശ്വരനാണ്. ശ്രീ പാർവതി ദേവിയോട് പറഞ്ഞു, ഇത് സംസാരിച്ചാൽ, ഇത് ജപിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും എന്ന് ഭഗവാൻ തന്നെയാണ് ദേവിയോട് പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണ് എന്ന് ഭഗവാൻ പിന്നീട് പറയുന്നത്. നമ്മൾ പറയുന്നത് വാത്മീകിയെക്കുറിച്ചാണ്. വാത്മീകിയെക്കുറിച്ച് പറയുമ്പോൾ രാമായണം നമ്മൾ നാമം ജപിക്കുമ്പോൾ, ക്ഷേത്രാങ്കണത്തിൽ വന്ന് നാമം ജപിക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞ് കരഞ്ഞോട്ടേട്ടോ, കുഞ്ഞ് കരഞ്ഞോട്ടേട്ടോ, കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ ഭാഗമാണ്, എണീറ്റ് പോണ്ട. കുഞ്ഞ് കരഞ്ഞോട്ടെ, കുഞ്ഞുങ്ങൾ ഓടി കളിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. രാമായണം നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ഏത് നാമം ജപിക്കും? ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭഗവാനോട് ചില കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഇരിക്കുന്ന പലരും അത് തന്നെയാണ് പറയുക. എനിക്ക് ഭഗവാനോട് നേരിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ മറ്റാരും കേൾക്കാതെ പറയാൻ ഒരു ഇടമാണ് ഈ ക്ഷേത്ര സന്നിധി. രണ്ടുറപ്പാണുള്ളത്. എത്ര നേരം പറഞ്ഞാലും അത് സശ്രദ്ധയോടെ കേട്ടിരിക്കാൻ ഭഗവാൻ എന്നൊരു ചൈതന്യം അകത്തുണ്ട്. രണ്ട്, അതിനൊരു പ്രതിവിധി അകത്തുനിന്നുണ്ടാവും. അത് നമ്മൾ പോയി വീട്ടിലെത്തിയ ഉടനെയല്ല, പക്ഷേ അത് നൽകുന്നൊരു ആത്മബലം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും എനിക്ക് പറയാവുന്ന എൻ്റെ സങ്കടം, എൻ്റെ പറയാവുന്ന ആഗ്രഹം, എനിക്ക് പറയാവുന്ന ഒരു ആവലാതി, എനിക്ക് പറയാവുന്ന എന്തെങ്കിലും ആവട്ടെ, അത് മുഴുവൻ സമയം കേട്ടിരിക്കാൻ സാധിക്കുന്ന ഒരാളെ ഈ ഭൂമുഖത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈശ്വരനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. വേണമെങ്കിൽ നമ്മൾ പറയാൻ വലിയ സിദ്ധാന്തം പറയുമെങ്കിലും നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ക്ഷേത്രത്തിൽ വരുന്നത് നമ്മുടെ സങ്കടം പറയാൻ, നമ്മുടെ വേദനകൾ മറക്കാനും, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും. പക്ഷേ ആഗ്രഹങ്ങളും പറയാം, നമുക്കുള്ള ആഗ്രഹങ്ങളും പറയാം. ആ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം, രണ്ട് വിഷയങ്ങൾ നമുക്ക് ആഗ്രഹം പറയുമ്പോൾ ഒന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ എല്ലാ ആഗ്രഹവും നടക്കണം എന്ന് വാശി പിടിക്കരുത്. അത് ഭഗവാനോട്, ഞാൻ ഇന്ന ആഗ്രഹങ്ങൾ നിന്റെ മുന്നിൽ വയ്ക്കുന്നു, ഇതെല്ലാം നടത്തി തരണം, അത് വേണ്ട. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയാം. എല്ലാം നടക്കണം എന്ന് നമ്മൾ ശഠിക്കാതിരുന്നാൽ മതി, അത് ബാക്കി അദ്ദേഹം നോക്കിക്കോളും. രണ്ട്, ആഗ്രഹങ്ങൾ പറയുന്നതിന് മുൻപ് അത്തരം ശാഠ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ദുശാഠ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആഗ്രഹങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് ഇത് എനിക്ക് ആഗ്രഹിക്കത്തക്കതാണോ, എനിക്ക് യോജിച്ചതാണോ ഈ ആഗ്രഹം എന്നുകൂടി നമ്മൾ ചിന്തിച്ചാൽ പൂർത്തിയായി. പിന്നെ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് എന്തും പറയാം. അപ്പൊ എനിക്ക് ഞാൻ ഇത്തരം ഒരു ആഗ്രഹത്തിന് അർഹനാണോ എന്നുള്ളൊരു ആലോചനയും, ഇത് അർഹനാണോ അല്ലയോ എന്നൊരു ആലോചന ഇല്ലെങ്കിൽ പോലും ഇത് നിർബന്ധമായിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണമെന്ന ദുശാഠ്യം ഇല്ലെങ്കിലും നമുക്ക് ഭഗവാനോട് സംസാരിക്കാം. ഇല്ലെങ്കിൽ രാവണന് പറ്റിയ അബദ്ധം. രാവണന് പറ്റിയ അബദ്ധം, രാവണൻ ഒരുപാട് അധാർമികമായ യുദ്ധങ്ങൾ ജയിച്ച ഒരാളാണ്, നല്ല കരുത്തനാണ്, ഒരു ശാപം കിട്ടി ഭൂമിയിൽ വന്ന രണ്ടുപേരിലൊരാളാണ്. അങ്ങനെ അദ്ദേഹത്തിനുള്ള കരുത്തുകൊണ്ട് അധാർമികമായ ഒരുപാട് യുദ്ധങ്ങൾ പോലും ജയിച്ചു. ധർമ്മിഷ്ഠരായ ഒരുപാട് പേർക്ക് കാട്ടിൽ ഒളിക്കേണ്ടി വന്നു. ചിലർ തോറ്റോടി, ചിലർ തലപൊക്കാതെ മുങ്ങി നടന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇത് കൊള്ളാം. പല പ്രമുഖരും കൊല്ലപ്പെട്ടു, പലരും കാണാതെയായി, പലരും മുങ്ങി നടക്കാൻ തുടങ്ങി. ഞാനാണ് രാജാവിനൊരു തോന്നലുണ്ടാകാം. അഹങ്കാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ അഹങ്കാരം മൂർച്ഛിച്ചതോടുകൂടി ഇനി അടുത്ത നടപടി എന്താണ്? എനിക്ക് അടുത്ത ഒരു വരം ഭഗവാനിൽ നിന്ന് വേണം എന്നൊരു തോന്നലുണ്ടാകും. നമ്മൾ ചോദിക്കുന്ന ഏതൊരു വരവും വളരെ ഭാവാത്മകമാകണം, വളരെ ക്രിയാത്മകമാകണം, നമുക്ക് നാളെ നടത്താനുള്ളൊരു കാര്യമാകണം. നിങ്ങൾ ഉപദ്രവിക്കണം എന്നല്ല ഞാൻ ചോദിക്കേണ്ട വരം, നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരു വരത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. രാവണന് പറ്റിയ അബദ്ധം അവിടെയാണ്. രാവണൻ ചോദിച്ച വരം, എന്റെ സാമ്രാജ്യം, എന്റെ ലങ്ക നന്നാവണം, പുഷ്കലമാകണം, പുഷ്ടിപ്പെടണം എന്നല്ല രാവണൻ ചോദിച്ചത് ഭഗവാനോട്. ഭഗവാനോട് ചോദിച്ചത്, എനിക്ക് ഇനി ജയിക്കാൻ ആരുമില്ല ഈ ഭൂമിയിൽ, ഈ ലോകത്തെ 3 ലോകങ്ങളിലും ആരുമില്ല. അതുകൊണ്ട് ഇനിയൊരു മരണമുണ്ടാകുമെങ്കിൽ
ഇവരാരും എന്നെ കൊല്ലാനോ എൻ്റെ മുൻപിൽ നിന്ന് എന്നെ വെല്ലുവിളിക്കാനോ തയ്യാറായ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായി. ദേവന്മാരൊക്കെ തോറ്റു പരാജയപ്പെട്ടു, ഗന്ധർവന്മാർ തോറ്റു പരാജയപ്പെട്ടു, കിന്നരന്മാർ തോറ്റു പരാജയപ്പെട്ടു, നാഗന്മാർ തോറ്റു പരാജയപ്പെട്ടു, സ്വന്തം വർഗത്തിൽപ്പെട്ട അസുരന്മാർ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വരാതായി, യക്ഷദക്ഷ രാക്ഷസന്മാരൊക്കെ പരാജിതരായി, പക്ഷിമൃഗാദികളില്ല, ഇതെല്ലാം പരാജയം. ഇവരെ കൊണ്ടുമെന്നും എന്നെ തോൽപ്പിക്കാനോ എനിക്കെതിരെ യുദ്ധം ചെയ്ത് ജയിക്കാനോ സാധ്യമല്ല എന്നൊരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായി. ആ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല രാജാവ്, എനിക്ക് എപ്പോഴെങ്കിലും ഒരു മരണമുണ്ടാകുമെങ്കിൽ വേണമെങ്കിൽ മനുഷ്യരാരെങ്കിലും എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞു. അതൊരു വരം ചോദിക്കലല്ല, അഹങ്കാരത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്. ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, മനുഷ്യൻ മാത്രമേ നിന്നെ വധിക്കാവൂ എന്ന വരമാണ് നിനക്ക് ആവശ്യമെങ്കിൽ അതായിക്കോളൂ, അതെടുത്തോളൂ, നിന്റെ വിധി അതാണെങ്കിൽ നിനക്ക് അങ്ങനെ ആകാം എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു. പക്ഷെ ഭഗവാനൊരു പദ്ധതിയുണ്ട്, നമുക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അല്ല ഭഗവാന്റെ പദ്ധതി. നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് നമ്മുടെ പദ്ധതി, ഈ പദ്ധതി അനുസരിച്ച് ഇതിങ്ങനെ വിടരും, ഇതിങ്ങനെ വികസിക്കും, ഇതെങ്ങനെ പുഷ്പിക്കും. ഭഗവാൻ വേറൊരു പദ്ധതി കണ്ടുവച്ചിട്ടുണ്ടാവും. അത് രാവണന് മനസ്സിലായില്ല. രാവണൻ മനസ്സിലാക്കാതെ പോയ ഒരു വലിയ ദുരന്തം താൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയല്ല ഭഗവാന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കുന്നതിൽ ഇത്രയേറെ വിജയങ്ങൾ കൊയ്തെടുത്ത രാവണന് സാധ്യമായി. അതുകൊണ്ട് എന്റെ നേർക്കുനേർന്ന് പോരാടാൻ കേൾപ്പില്ലാത്തൊരു സാധാരണ മനുഷ്യന് തയ്യാറാണെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്നുള്ള അഹങ്കാരം നിറഞ്ഞ വെല്ലുവിളിയാണ് അദ്ദേഹം അനുഗ്രഹമായി വരദാനമായി ചോദിച്ചത്. ആ അഹങ്കാരിക്ക് മനസ്സിലായിട്ടില്ല, ദുർബലനായ മനുഷ്യന്റെ കൂടെയാണ് എന്നും ഈശ്വരൻ ഉണ്ടാവുക എന്ന് അയാൾ മറന്നുപോയി. ദുർബലനായ മനുഷ്യന് താങ്ങായി, തണലായി, ശക്തിയായി എപ്പോഴും ഉണ്ടാകുന്ന ഒരേ ഒരു ചൈതന്യം ഈശ്വരൻ മാത്രമാണ്. അത് ഈ രാക്ഷസൻ മനസ്സിലാക്കിയില്ല. തേർത്തടത്തിൽ തളർന്നു വീണപ്പോ, യുദ്ധം ചെയ്യിക്കേണ്ട സമയം വന്നപ്പോ, സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട സമയം വന്നപ്പോ വില്ലും അമ്പും താഴെ വച്ച് എനിക്കിത് വയ്യ, എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് തളർന്നുടങ്ങിയ രാക്ഷസി ഒരു ക്ഷത്രിയന്, ക്ഷാത്രവീര്യമുള്ളവന് ഭഗവാൻ കൂടെ നടന്നു പറഞ്ഞു, ഞാൻ നിന്റെ തേർ തെളിക്കാം, നിന്റെ തേര് ഞാൻ തെളിക്കാം, നിനക്കുള്ള കരുത്ത് ഞാൻ നൽകാം. 18 അധ്യായങ്ങളിൽ അദ്ദേഹം കരുത്ത് നൽകി. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ കൂടെ ഉണ്ടായ കാര്യം പോലും അവർ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ദുർബലനായൊരു മനുഷ്യൻ എന്റെ മുൻപിൽ നേർക്കുനേർ യുദ്ധം ചെയ്യാൻ തയ്യാറായി വരില്ല എന്ന അഹംഭാവത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി ഏതൊരു മനുഷ്യൻ വന്ന് എന്നെ പരാജയപ്പെടുത്തട്ടെ, അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ മരണം വരിച്ചുകൊള്ളാം എന്നുള്ള അഹങ്കാര തുല്യമായ വർത്തമാനത്തെ ആ മനുഷ്യന്റെ കൂടെ ആ ദുർബലന്റെ കൂടെ ഒരു മനുഷ്യനുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വാൽമീകി പറയുന്നത് മനുഷ്യനായി മാത്രമേ രാമനെ കാണാവൂ എന്നാണ്. അധ്യാത്മരാമായണത്തിൽ നമ്മൾ പറയുന്ന ആദ്യ കാണ്ഡങ്ങളിൽ തന്നെ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്, മനുഷ്യനായി മാത്രമേ കാണാവൂ, ഈശ്വരനല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ തന്നെയാണ്, ഈശ്വര ചൈതന്യമാണ്. ബാലകാണ്ഡത്തിന്റെ 15-ാം സർഗത്തിൽ പറയുന്നത് ഈശ്വരനാണ്. പക്ഷേ മനുഷ്യന്റെ പരിമിതികളെ മറികടക്കാത്ത ഈശ്വരനാണ് അദ്ദേഹം. എവിടെയെങ്കിലും വെച്ച് മനുഷ്യന്റെ പരിമിതി മാറിപ്പോയിരുന്നെങ്കിൽ, മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അദ്ദേഹത്തെ കീഴടക്കാതിരുന്നുവെങ്കിൽ അദ്ദേഹം മനുഷ്യനല്ലാതായി മാറുകയും രാവണന്റെ അടുത്തെത്താൻ സാധിക്കാതെ പോവുകയും ചെയ്യുമായിരുന്നു. മനുഷ്യനായി മാത്രമേ രാവണന്റെ മുൻപിൽ വന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയാമായിരുന്നുകൊണ്ട് താൻ തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി താൻ തന്നെ അഭിനയിക്കുന്ന വലിയ നാടകത്തിൽ ഭഗവാൻ എക്കാലവും വെറും മനുഷ്യനായിട്ട് നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഹിരണ്യകശിപുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇതുപോലെ വളരെ ഭീകരനായ ഒരു അഹങ്കാരിയായിരുന്നല്ലോ ഹിരണ്യകശിപു തന്റെ പേരല്ലാതെ മറ്റൊരാളുടെ പേര് ഈ സാമ്രാജ്യത്തിൽ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ സ്വന്തം വീട്ടിൽ നടപ്പായില്ല. മകൻ ജപിച്ച പേര് വേറെയാണ്, ജപിച്ച നാമം വേറെയാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ തുരുമ്പിലും ഭഗവാൻ ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ തൂണിയെ വെട്ടട്ടെ, ഇതിനുള്ളിലുള്ള ദൈവമുണ്ടോ എന്ന് ചോദിച്ചു. ആ തൂണിലല്ല, തുരുമ്പിൽ ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢിയായി പോയി ഹിരണ്യകശിപു എന്ന മഹാരാജാവ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ച വരവും അത് തന്നെയായിരുന്നു.
എന്നെ ആകാശത്തും ഭൂമിയിലും വെച്ച് ആരും വധിക്കരുത്. എന്നെ ഇരവിലും പകലിലും ആരും എന്നെ വധിക്കരുത്. അകത്തോ പുറത്തോ വെച്ച് എന്നെ വധിക്കരുത്. ആയുധങ്ങൾ കൊണ്ട് എന്നെ വധിക്കരുത്. ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീ ചോദിച്ചതൊക്കെ ഞാൻ തന്നേക്കാം. അതുകൊണ്ട് മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹമൂർത്തിയായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിച്ചു. ഇരവിലും പകലിലുമല്ലാത്ത ത്രിസന്ധ്യാ നേരത്ത് ഭഗവാൻ അവതരിച്ചു. അകത്തും പുറത്തുമല്ലാതെ ഉമ്മറ പടിമേലിരുത്തി വധിച്ചു. ആയുധങ്ങളില്ലാത്ത നഖം കൊണ്ട് കീറി ആ ദുഷ്ടനെ അവസാനിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ചോദിക്കുമ്പോൾ അത് എനിക്ക് അർഹമായൊരു കാര്യമാണോ ഭഗവാനോട് ഞാൻ ചോദിക്കുന്നത് എന്ന് ഉള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും, ഒരു വിശ്വാസം നമുക്കുണ്ടാവും. അത് ബാലകാണ്ഡത്തിന്റെ 15-ാം സർഗത്തിൽ വാൽമീകി പറയുന്നുണ്ട്, ഇദ്ദേഹം ഈശ്വരനാണ്. ദേവദേവാദികളും മഹർഷിമാരും ദേവർഷിമാരും ചേർന്നെടുത്തൊരു തീരുമാനമാണ്, അങ്ങ് ഭഗവാൻ മഹാവിഷ്ണു തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജനിക്കണം, മനുഷ്യനായി തന്നെ ജീവിക്കണം. മനുഷ്യനായി ജനിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും മനുഷ്യന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയും മനുഷ്യനല്ലാത്ത മറ്റൊന്നും തന്നെ, മനുഷ്യ സഹജമല്ലാത്ത മറ്റൊന്നും തന്നെ ഭൂമിയിൽ ഒരു കാലത്തും അവതരിക്കുകയും ചെയ്യാതിരുന്നാൽ മാത്രമേ അങ്ങേക്ക് രാവണന്റെ അടുത്തെത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ കുട്ടിക്കാലത്ത് കാണിച്ച പല അത്ഭുതങ്ങളും രാമൻ കാണിച്ചതായിട്ട് രാമായണത്തിൽ പറയാതെ. കാളിയമർദ്ദനം പോലെയുള്ള ഒന്ന്, അതേ ചൈതന്യം ഭഗവാൻ കൃഷ്ണന്റെ കാളിയമർദ്ദനം ആ പ്രായത്തിലൊരു കുഞ്ഞ് കാളിയന്റെ തലയുടെ മുകളിൽ കയറിയിരുന്ന് നൃത്തമാടി കാളിനെ പരാജയപ്പെടുത്തി മടക്കി അയക്കാനുള്ളപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി, ഇത് വെറും ഒരു 6 വയസ്സുകാരനല്ല, ഇത് കേവലം ഒരു ശിശുവല്ല, ഇത് കേവലം ഒരു ബാലനല്ല, ഈ ചൈതന്യം വേറെയാണ് എന്നും അവർക്കന്ന് മനസ്സിലായി കഴിഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ മകൻ നിസ്സാരക്കാരനല്ല, 14 ലോകം ഉൾക്കൊള്ളുന്ന ഒരു ചങ്ങാതിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൊച്ചു ബാലൻ എന്ന അമ്മയെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. പൂതനയെ വധിച്ചപ്പോൾ, കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് പൂതനയെ വധിച്ചപ്പോൾ പൂതന എങ്ങനെ മരണപ്പെട്ടു നമുക്കറിയാം. പൂതനയെ പോലെ ആളുടെ അന്ത്യമുണ്ടാകാൻ പൂതനയുടെ കൈക്കുള്ളിൽ പോലും ഒതുങ്ങാത്ത അത്ര ചെറിയ ഒരു ശിശുവിന്, ഒരു ചെറിയ ബാലകന് സാധിച്ചത് അത് കേവലം ഒരു ബാലകനല്ല എന്ന് നാട്ടുകാർക്ക് അത് ബോധ്യമായിട്ടുള്ള. അത്തരത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അതേ ചൈതന്യം വീണ്ടും അവതരിക്കുകയായിരുന്നു രാമനിലൂടെ. ഈശ്വരനാണ്. പക്ഷെ ഞാൻ ഈശ്വരൻ ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മനുഷ്യനായി വേഷപ്രശ്നനായി നടക്കുകയായിരുന്നു രാമൻ. ഞാൻ മനുഷ്യനാണ്, ഞാൻ കേവലം മനുഷ്യനാണ്, ഞാൻ ദശരഥന്റെ പുത്രനാണ്, ഞാൻ ഒരു കൗസല്യ തനയനാണ്, ഞാൻ സീതയുടെ ഭർത്താവ്, ഞാൻ ലക്ഷ്മണന്റെ സഹോദരനാണ്, ഞാൻ ഈ അയോധ്യാവാസിയാണ്. അതല്ലാതെ ഈശ്വരതുല്യമായ ഒന്നും തന്നെ അദ്ദേഹം പറയും. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പേറുന്ന ഒരു സാധാരണ മനുഷ്യനായി തന്നെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം. അങ്ങനെയാണ് അദ്ദേഹം മനുഷ്യവർഗത്തിന്റെ നൈസർഗികമായ പരിമിതികൾ മറികടക്കാതെ അദ്ദേഹം ജീവിച്ചത്. അത് ഒരു തവണയല്ല, അദ്ദേഹം ബാല്യത്തിൽ മാത്രമല്ല, കൗമാരത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ആ മനുഷ്യൻ മാത്രമാണ് ഞാൻ എന്നൊരു തോന്നൽ കണ്ടു നിൽക്കുന്നവരിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മനുഷ്യന് മാത്രമേ രാവണന്റെ മുൻപിലേക്ക് നിർത്തണം, മനുഷ്യന്റെ മുൻപിൽ എത്താൻ സാധിക്കൂ എന്ന് പറയാം. അത് അഹല്യയുടെ കാര്യത്തിൽ ഗൗതമമുനി അഹല്യയെ ശപിക്കുന്നു. അഹല്യയോട് പറഞ്ഞത്, രാമൻ ഒരു നാൾ ഇവിടെ വരുന്ന സമയത്ത്, ഈ ഘോരവനത്തിൽ വരുന്ന സമയത്ത് നിനക്ക് നീ പരിശുദ്ധയാകും എന്നാണ് പറഞ്ഞത്. രാമൻ വരും എന്ന് പറഞ്ഞു, ദേവൻ വരും എന്ന് പറഞ്ഞില്ല, ചതുർബാഹുവായ മഹാവിഷ്ണു വരും എന്ന് പറഞ്ഞില്ല, ആ ആത്മചൈതന്യത്തിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചാൽ നീ സ്വതന്ത്രയാകും എന്ന് പറഞ്ഞില്ല. രാമൻ ഈ വഴി കാട്ടിലൂടെ കടന്നു വരുമ്പോൾ നിന്നെ കണ്ടാൽ, നീ കാണുമ്പോൾ നിനക്ക് പരിശുദ്ധയാകും എന്ന് മാത്രമേ ഗൗതമ മുനി പറഞ്ഞുള്ളൂ. അത് ബാലകാണ്ഡത്തിൽ തന്നെ പറയുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞൊരു ഭാഗമാണ്. ശരഭംഗമുനിയുടെ കാര്യത്തിലായാലും അത് തന്നെയാണ് അവസ്ഥ. ശരഭംഗമുനിക്ക് ഇത്തരം ദുർവിധിയൊന്നും ഉണ്ടായില്ല. ശരഭംഗമുനിയെ ശാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടല്ല ശരഭംഗമുനി പോയത്. ശരഭംഗമുനിയെ അദ്ദേഹത്തെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. സ്വർഗലോകത്തേക്ക് പോകാം, അത് കഴിഞ്ഞുള്ള ബ്രഹ്മലോകത്തേക്കും പോകാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്താണ്?
എന്താണ് കാരണം? എൻ്റെ ആശ്രമ പരിസരങ്ങളിലേക്ക് ഭഗവാൻ വരുന്നു, രാമൻ വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാമനെ കണ്ടതിന് ശേഷം ഞാൻ സ്വർഗ്ഗലോകത്തേക്ക് വരാം, ഞാൻ ബ്രഹ്മലോകത്തേക്കും വരാം. പക്ഷെ രാമനൊന്ന് വന്നോട്ടെ. രാമൻ ഈ കാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രാമൻ വന്നതിന് ശേഷം, ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം, അദ്ദേഹത്തിന് അർപ്പണം ചെയ്തതിന് ശേഷം, അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചതിന് ശേഷം ഞാൻ സ്വർഗ്ഗലോകത്തെക്കുറിച്ച് ആലോചിക്കാം. അദ്ദേഹം വിളിച്ചത് നരവ്യാഘ്ര എന്നാണ്. നരവ്യാഘ്ര എന്നെ വിളിച്ചോളൂ, നരശാർദൂലൻ എന്നെ വിളിച്ചോളൂ, പുരുഷവ്യാഘ്രൻ എന്നെ വിളിച്ചോളൂ, മഹാരാജാവെ എന്ന് പോലും വിളിച്ചു. അപ്പൊ ഇത്തരത്തിൽ വാൽമീകി കൊണ്ടുവന്ന ഓരോ കഥാപാത്രവും, അത് അഹല്യയായാലും മറ്റാരായാലും, അത് ഒരു രാജാവ് പോലും അല്ലാത്ത രീതിയിൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ രാജകുമാരനെ പോലെയുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത്. ധനുപുത്രന്റെ കഥയിൽ നമുക്കറിയാം. ധനുപുത്രൻ കബന്ധനായി തീരാനുണ്ടായ ശാപത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ അരണ്യകാന്ഡം കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അരണ്യകാന്ഡത്തിൽ അത് പറയുന്നുണ്ട് വിശദമായിട്ട്. സ്ഥൂലശിര മഹർഷിയുടെ ശാപം മൂലം ആ രാജകുമാരൻ ധനുപുത്രൻ കബന്ധനായി തീരാൻ ശപിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. കബന്ധനായി തീരാൻ ശപിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. രാമൻ നിന്റെ 2 നീണ്ട ഭുജങ്ങളും വെട്ടിക്കളഞ്ഞതിന് ശേഷം നിന്നെ യഥാവിധി സംസ്കരിക്കുമ്പോൾ നിനക്ക് നിന്റെ പഴയ രൂപം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ഭഗവാൻ ഭഗവാൻ കയ്യൊന്നും വെട്ടാൻ വന്ന ആളല്ലോ. പക്ഷെ രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, രാമൻ ഈ കാട്ടിലൂടെ പോകുന്ന സമയത്ത് നിന്നെ കാണുകയും നിന്റെ നീണ്ട ഭുജങ്ങൾ മുറിച്ചു കളയുകയും നിന്നെ യഥാവിധി സംസ്കരിക്കുകയും ചെയ്ത സമയത്ത്, യാതൊരു പരിവേഷവുമില്ലാതെ സംഭവിക്കുന്ന സമയത്ത് നിനക്ക് മോക്ഷം കിട്ടും എന്നാണ് ധനുമാസ്റ്റോട് പറഞ്ഞത്. നമ്മുടെ ശബരിമാതാവ്, ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ ഈ രാത്രി കടന്നു പോകും. നമ്മൾ ഉദാഹരണങ്ങൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ നമുക്കറിയാവുന്ന നമ്മുടെ ശബരിമാതാവ് വീട്ടുകാരൊക്കെ സ്വർഗലോകത്തേക്ക് പോയി എന്നാണ് സങ്കല്പം. പക്ഷെ ശബരിമാതാവിനോട് അവർ പറഞ്ഞു, രാമൻ സൗമിത്രിയോടൊപ്പം വരുന്നുണ്ട്. അവർ ചിത്രകൂടത്തിൽ എത്തിയിട്ടുണ്ട്. ലക്ഷ്മണനൊത്ത്, സഹോദരനൊത്ത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തും. നീ അദ്ദേഹത്തെ കണ്ടിട്ട് വരും. അദ്ദേഹത്തെ കണ്ടിട്ട് വരുന്നതാണ് ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ, രാമന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ നീ സ്വമേധയാ അക്ഷയ ലോകത്തെത്തും, നശിക്കാത്ത ലോകത്തിലെത്തും, സ്വർഗലോകത്തിലെത്തും. അതുകൊണ്ട് ശബരിമാതാവ് കാത്തു നിന്നു, ഭഗവാനെ കണ്ടു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഏത് ഭാഗത്ത് നിന്നെടുത്താലും ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ, സാധാരണ കാര്യങ്ങൾ എന്ന നിലയിൽ, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ രാമൻ ചെയ്തു. വാൽമീകി പറഞ്ഞു വയ്ക്കുന്നത് അതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഇത്രയും കാലം ഈശ്വരനായിട്ടാണല്ലോ ഭഗവാനെ അങ്ങ് കണ്ടത്. ഇയാൾ ഈശ്വരനല്ല എന്നാണോ പറയാൻ ശ്രമിക്കുന്നത് എന്ന്? അല്ല. അങ്ങനെ പറയാൻ ശ്രമിക്കാനുള്ള ചിന്ത പോലും അപകടകരമാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഈശ്വരൻ വേഷപ്രശ്നനായി മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യനെ പോലെ, നമ്മളെപ്പോലെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും പേറി അത് മറികടക്കാൻ സാധ്യമായ എല്ലാ കരുത്തുമുള്ളൊരു ഈശ്വരൻ ഭഗവാൻ നമ്മെപ്പോലെ സാധാരണക്കാരായി നടക്കാനുണ്ടായ ഒരു കാരണം രാവണന്റെ മുൻപിലേക്ക് എത്താൻ ഒരു സാധാരണ മനുഷ്യനെ സാധിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. വാൽമീകി അവതരിപ്പിച്ചത് ആ രാമനെ. അധ്യാത്മരാമായണത്തിൽ, നാം വായിക്കുന്ന അധ്യാത്മരാമായണത്തിൽ ഭക്തിമാർഗത്തിലൂടെ വിരഹിക്കുമ്പോൾ നമ്മൾ കാണുന്ന രാമനിൽ നിന്ന് നമ്മൾ അധികം വായിക്കാതെ പോയിട്ടുള്ള, നമ്മൾ അധികം കേൾക്കാതെ പോയിട്ടുള്ള, നാം അധികം പഠിക്കാതെ പോയിട്ടുള്ള വാൽമീകിയുടെ രാമനിലേക്കുള്ള ദൂരം ഈശ്വരനിൽ നിന്ന് ഈശ്വരതുല്യനായി ജീവിച്ച ഒരു നരോത്തമനായ മനുഷ്യന്റെ കഥയാണ് മാത്രമാണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ വാൽമീകിയിലേക്ക് തിരിയുന്നത്. വാൽമീകിയിലേക്കുള്ളൊരു വലിയ ബുദ്ധിമുട്ട്, രാമനെ പോലെ തന്നെ തെറ്റിദ്ധാരണജനകമായി വന്നൊരാളാണ് വാൽമീകി. വാൽമീകിയെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്നത്, നമ്മളൊക്കെ കേട്ട കഥകളിൽ ഒരുപാട് കഥകളുണ്ട്. അത് തർക്കത്തിലേക്കൊന്നും പോകാൻ പറ്റിയൊരു സമയമല്ല ഇത്, അതിനുള്ള വേദിയുമല്ല. നമ്മളൊക്കെ കേട്ട കഥകളിൽ അദ്ദേഹം കൊള്ളക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് രത്നാകരൻ എന്നാണ്. പിന്നീട് കൊള്ളമുതലും പങ്കിടുന്നതിനെ കുറിച്ചും അതിന്റെ പാപം പങ്കിടുന്നതിനെ കുറിച്ചും വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു, കൊള്ളമുതലൊക്കെ കൊള്ളാം, പക്ഷെ പാപം പങ്കിടാൻ നമ്മളില്ല എന്നുള്ളൊരു കഥയൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ളതാണ്. അത്തരമൊരു കഥ വാൽമീകിയുടെ രാമായണത്തിലില്ല. വാൽമീകി എഴുതപ്പെട്ട കഥയിൽ, വാൽമീകിയുടെ രാമായണത്തിൽ വാൽമീകിയെ നമ്മൾ കാണുന്നത് ബാലകാണ്ഡത്തിൽ തന്നെയാണ്. ആദ്യത്തെ കാണ്ഡത്തിൽ, ആദ്യത്തെ സർഗത്തിൽ നമ്മൾ കാണുന്നു വാൽമീകി എന്ന മഹർഷിയെ നമ്മൾ കാണുന്നു.
വാത്മീകിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് നാരദ മഹർഷിയാണ്. അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് വാത്മീകി രാമായണം ആരംഭിക്കുന്നത്. അപ്പൊ കേവലം നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് ഒരു വളരെ പവിത്രമായൊരു നദി ഒഴുകിപ്പോകുന്ന, ഒരു പുണ്യനദി ഒഴുകിപ്പോകുന്നത് പോലെ വായിച്ച് അവസാനിപ്പിക്കാവുന്ന ലളിതമായ പദാവലികളുള്ള ഒരു നാമജപം പോലെ വിശ്വസിക്കാവുന്ന ഒന്നാണെങ്കിൽ, അത് ചെന്ന് പതിക്കുന്ന ഒരു വലിയ പാരാവാരവും സമുദ്രവുമാണ്. അതിലേറെ രത്നങ്ങളുള്ള, ചുഴികളുള്ള, മലരികളുള്ള, ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് വാത്മീകിയാൽ എഴുതപ്പെട്ട രാമായണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഈ രാമായണ മാസക്കാലത്ത് ഉണ്ടാകണം എന്ന് മാത്രമേ ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിൽ തീർച്ചയായിട്ടും വാത്മീകിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആദ്യകാണ്ഡത്തിലെ ആദ്യ ശ്ലോകത്തിൽ രാമായണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, വാത്മീകിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരാൾ നാരദനാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു കഥാപാത്രമാണ് നാരദൻ. നാരദനെ കുറിച്ച് പറയുമ്പോൾ നാരദൻ ഏഷണിക്കാരനാണ് എന്നാണ് പറയുന്നത്. പല സദസ്സുകളിലും, ഹൈന്ദവ സദസ്സുകളിൽ ഹൈന്ദവരായിട്ടുള്ള പ്രസംഗകർ പോലും പറയുന്ന വാക്കുകളിലൊന്ന് ഏഷണിക്കാരനായ നാരദൻ എന്നാണ്. അത് പലരും പറയുന്നത് കേട്ടാം. ഹിന്ദുക്കൾ തന്നെയാണ് അവരെല്ലാവരും. പക്ഷേ പുരാണത്തിൽ, നമ്മളൊക്കെ വായിച്ച പുരാണങ്ങൾ, നമുക്ക് പുരാണങ്ങളിൽ അത്യാവശ്യം വായിച്ച മുതിർന്ന ആൾക്കാർ പലരും ഇവിടെ ഉണ്ടാവും. നമ്മൾ വായിച്ച പുരാണത്തിൽ എവിടെയാണ് ഇദ്ദേഹം ഒരു ഏഷണി പറഞ്ഞിട്ടുള്ളത്? നാരദൻ ഒരേഷണി ഒരാളോട് പറഞ്ഞാൽ മതി. നമ്മൾ വായിച്ച് പരതി നോക്കുന്ന പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഒരാളോട് ഒരു കാര്യം അദ്ദേഹം ഏഷണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശരി. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. നടക്കേണ്ട ഒരു കാര്യം നടക്കാത്ത സമയത്ത് അത് നടത്താനുള്ള വേഗം കൂട്ടുന്ന കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ശ്രീരാമനും സീതാദേവിയും വിവാഹം കഴിഞ്ഞ് കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് നാരദ മഹർഷി വരുന്നുണ്ട്, നമുക്കറിയാം. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിവിടെ കൂടിയാൽ മതിയോ? നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം വേറെയാണ്, നമുക്ക് മറ്റു ചില കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഭഗവാൻ ഓർക്കുന്നില്ലേ എന്നാണ് ശ്രീരാമനോട് നാരദ മഹർഷി ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് വന്നു പോകും, എനിക്കറിയാം, അതിന്റെ സമയത്ത് സംഭവിക്കും. അപ്പോഴാണ് മറ്റു കാര്യങ്ങൾ പലതും സംഭവിക്കുന്നതും, യാത്ര മുടങ്ങുന്നതും, കയ്യിലും രാജ്യഭാരം കിട്ടാതെ പോകുന്നതും, കാട്ടിലേക്ക് പോകുന്നതും, അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മളത് വായിച്ചു കഴിഞ്ഞാണ് ഈ മാസത്തിന്റെ ആദ്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നാരദൻ ഒരു സമയത്തും നഷ്ടം പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഇതുപോലെയുള്ള സദസ്സുകൾ, രാമായണ സദസ്സ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു ശ്രേഷ്ഠമായ പ്രബുദ്ധമായ ഒരു ഹൈന്ദവ സദസ്സാണ്. നമുക്കിടയിൽ തന്നെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ആചാര്യ ഗുരുദേവന്റെ നേതൃത്വത്തിൽ പോരാട്ടങ്ങൾ നടത്തിയ പ്രബുദ്ധമായ ഒരു പിന്തുടർച്ച അവകാശപ്പെടാവുന്ന ഒരു സദസ്സാണ്. സമ്പന്നമായൊരു സംസ്കാരമുണ്ട്, അത് തിരിച്ചറിയണം എന്ന് പറഞ്ഞ ഒരു ഗുരുദേവന്റെ പുറകെ പോകുന്നവരാണ് നമ്മൾ. നവോത്ഥാനം എന്താണ് എന്ന് മലയാളി സമൂഹത്തെ, കേരള സമൂഹത്തെ പച്ചയായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്ന ഗുരുദേവന്റെ അനുയായികളാണ് നമ്മൾ. ശ്രീകൃഷ്ണനെ കുറിച്ച് അങ്ങനെയല്ലേ പറയാം, അവനൊരു തനി കള്ളൻ കൃഷ്ണൻ എന്നാണ്. എങ്ങനെ കൃഷ്ണൻ കള്ളൻ എന്നൊക്കെ വിളിക്കാം, കാരണം അമ്മമാർക്ക് വിളിക്കാം, എടാ കൃഷ്ണ, കണ്ണ എന്നൊക്കെ വിളിക്കാം, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവനൊരു കൃഷ്ണനാണ് എന്നൊരു പുരുഷനെ കുറിച്ച് പറയുന്നത് നല്ല അർത്ഥത്തിലല്ല കേരളത്തിൽ, മലയാളത്തിൽ. അങ്ങനെ എവിടെയാണ് കൃഷ്ണൻ പെരുമാറിയിട്ടുള്ളത്? നമ്മൾ വായിച്ചിട്ടുള്ള പുരാണങ്ങളിൽ എവിടെയാണ് കൃഷ്ണൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്? 16,008 ഭാര്യമാരുണ്ടായിരുന്നില്ലേ നിന്റെ കൃഷ്ണന് എന്ന് സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളോട് സഹപാഠികൾ ചോദിച്ചാൽ അവൻ ബാഗുമെടുത്ത് സ്കൂൾ ബസ്സിൽ കയറും. അവനറിയില്ല 16,008 കഥ എന്താണ്, നരകാസുര വധത്തെക്കുറിച്ച് അറിയില്ല, 16,008 സംഖ്യ എങ്ങനെ വന്നു എന്നറിയില്ല, ഭഗവാൻ എന്തുകൊണ്ട് അവരെ ദത്തെടുത്തു എന്നറിയില്ല. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ഇവിടെ മാത്രമല്ല കേട്ടോ, നിങ്ങൾ നാളെ എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ നാട്ടിൽ വന്ന് അവിടെ നടക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ, അവിടെ വന്ന് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ വേദിയിൽ നോക്കുമ്പോഴും നമ്മളെപ്പോലെ മുതിർന്നവരെ സദസ്സിലുള്ളൂ. കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ ആരുമില്ല. പിന്നെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന വീട്ടിൽ വിട്ടിട്ട് വരാൻ പറ്റാത്ത പാവം ചില കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക.
ഇത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾക്ക് മെമൻറ്റോ കൊടുക്കുന്നൊരു വേദിയാണെങ്കിലും 12ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് മെമൻറ്റോ കൊടുക്കുന്നൊരു വേദി ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ അമ്മമാർക്ക് അച്ഛന്മാരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല. അത്രമാത്രം കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് എവിടെ പോയി? ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്നൊരു ഉത്തരമാണ് 16,008 ഭാര്യമാരുടെ കഥ പറയാൻ പറ്റാതെ പോയ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ. കൃഷ്ണനെ അപഹാസ്യമായ രീതിയിൽ അവനൊരു കൃഷ്ണനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കാതെ പോയി. സീതയെ പൂർണ്ണഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചവനല്ലേ നിങ്ങളുടെ രാമൻ എന്ന് ചോദിച്ചപ്പോൾ അതിന് തക്കതായ മറുപടി പറയാൻ സാധിക്കാതെ പോയ കുഞ്ഞ് എൻ്റെ നിങ്ങളുടെ വീട്ടിലിരിക്കൊള്ളി പോകും. അവൻ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് മെമൻറ്റോ വാങ്ങി പോയേ ഉള്ളൂ. പക്ഷെ ഈ കാര്യം അവന് അറിയില്ല. സിലബസിലുള്ളത് പഠിക്കുകയും സിലബസിന് പുറത്തുള്ള സിലബസിൽ പെടുത്താൻ കഴിയാത്ത രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ ഈ ക്ഷേത്രാങ്കണം ഉണ്ടാകണം. അതുകൊണ്ട് രാമായണ കാലഘട്ടം കഴിഞ്ഞാലും രാമായണ പാരായണ കാലഘട്ടം കഴിഞ്ഞാലും രാമായണ പ്രശ്നോത്തരികൾ നടത്തി കഴിഞ്ഞാലും രാമായണ പാരായണ മത്സരം നിങ്ങൾ അമ്മമാർ സഹോദരിമാർ നടത്തിയാലും ഒക്കെ കൂടെ കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് വാൽമീകി ആരാണ് എന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കുക. കാരണം ഈ കാളിദാസനെ കുറിച്ചൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. കാളിദാസന് എഴുത്തുമായിരുന്നു അറിയില്ലായിരുന്നു അത്രേ, മണ്ടനായിരുന്നു അത്രേ. അങ്ങനെയാണ് ദേവിയെ ഒരു അനുഗ്രഹം. നല്ല കാര്യം, ദേവി അനുഗ്രഹിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്. അതിനിത്ര മണ്ടനാവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കാളിദാസൻ ഞാൻ ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിലും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളൊരു കഥ അങ്ങ് ചമച്ചു. മണ്ടൻ, മരമണ്ടൻ, ദേവിയുടെ കൃപാകടാക്ഷത്താൽ മഹാകവി കാളിദാസനായി. നല്ലതാണ്. ദേവിയുടെ കൃപാകടാക്ഷത്താൽ എന്നുള്ള ഭാഗം നമുക്ക് എടുക്കാം. അതില്ലാതെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാനും കഴിയില്ല. അത് ഭഗവാന്റെ കൃപാകടാക്ഷമാണ്. പക്ഷെ അത്ര മണ്ടനാക്കേണ്ട ആവശ്യമുണ്ടോ മഹാകവി കാളിദാസനെ? അതാരാക്കിയത്? ആരാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത്? മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് നമ്മുടെ ഏത് കൃതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഏതെങ്കിലും കൃതി? നമ്മളൊക്കെ ഒരുപക്ഷെ ഇവിടെ മുതിർന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വായിക്കുന്ന ഒരു കൃതിയിലും, നാരായണത്തിലായാലും മറ്റു കൃതികളിൽ എന്തായാലും അല്ലെങ്കിൽ അത് ഐതിഹ്യത്തിലായാലും ഒക്കെ അങ്ങനെ ചവിട്ടിത്താത്തിലുണ്ടായിട്ടില്ല. അതിഭൗതികതയ്ക്കപ്പുറത്ത് ആധ്യാത്മികതയുടെ ഒരു വഴിയുണ്ട് എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു വാമനാവതാരത്തിലൂടെ. വെറും ഭൗതികയില്ല, അതിഭൗതികതയാണ്. അതിഭൗതികത കൊണ്ട് വളരെ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്ന ഒരാളാണ്. വളരെ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്ന ഒരാളെ ചവിട്ടിത്താഴ്ത്തിയവനല്ലേ നിങ്ങളുടെ ദൈവമെന്ന് ചോദിച്ചപ്പോഴും നമ്മുടെ കുഞ്ഞ് ഓടി സ്കൂൾ ബസ്സിൽ കയറി. അറിയില്ല എന്താ കാര്യം, മറുപടി പറയേണ്ടത്. അതിഭൗതികത തന്നെ ആദ്യത്തെ കാൽപാദം ഞാൻ എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇതാ വെച്ചോളൂ, 3 അടി മണ്ണല്ലേ വേണ്ടു, എടുത്തോളൂ. 1 കഴിഞ്ഞു. 2ാമത്തെ ഇവിടെ വെച്ചോളൂ, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഭൗതികത. 3ാമത്തെ ഭഗവാന്റെ കാൽപാദം, 3ാമത്തെ കാൽപാദം വയ്ക്കാൻ അതിഭൗതികമായ ലോകത്ത് സ്ഥലമില്ല എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞപ്പോ ഞാൻ ശിരസ് നമിക്കുന്നു. ആധ്യാത്മികതയ്ക്ക് മുൻപിൽ, അങ്ങേക്ക് മുൻപിൽ ഭഗവത് പാദങ്ങളിൽ ഞാൻ ശിരസ് നമിക്കുന്നു എന്ന് പറഞ്ഞൊരു മഹാബലിയെ എത്ര ഹീനമായിട്ടാണ് നമ്മൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി കളഞ്ഞത്. പാതാളത്തിലേക്കല്ലല്ലോ, സുതലം എന്ന് പറയുന്ന പാതാളത്തിന് മുകളിലുള്ള മറ്റൊരിടത്ത് അദ്ദേഹം ഉണ്ട് എന്നാണല്ലോ എന്റെയും നിങ്ങളുടെയും സങ്കല്പം. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി താങ്കളെ അവരോധിക്കാം എന്നാണല്ലോ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ കഥ എന്താ +2 ഫുൾ A+ കിട്ടിയ എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് അറിയാതെ പോയത്? കുഞ്ഞുങ്ങൾ കൂടി വരണം. അപ്പൊ അതുകൊണ്ട് അവധി ദിവസങ്ങളിലായാലും നാളെ ആയാലും ഒക്കെ 1 മണിക്കൂർ, നാളെ വരുന്ന ഇനി വരാനുള്ള 5, 6, 7 ദിവസങ്ങളിൽ ഇവിടെ വരാനിരിക്കുന്ന മഹാനുഭാവന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ, അവർ പറയുന്നതിൽ ഒരു 150 വാചകമുണ്ടെങ്കിൽ ഒരു 15 വാചകമെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്ന മക്കളാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ളത്. അവർ വന്നത് കേൾക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അത്തരത്തിൽ വാൽമീകി രാമായണത്തിലെ ആദ്യത്തെ 2 ഖണ്ഡങ്ങളിൽ വാൽമീകിയും നാരദനും ഒക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞു. നാരദനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി, വാൽമീകിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറി. ആരാണ് നാരദൻ എന്നൊക്കെ നമുക്കറിയാം. നാരദൻ മുനിപുങ്കവനാണ്, ശ്രേഷ്ഠനായ മുനിയാണ്, വാഗ്വിതാംബരനാണ്. വാഗ്വിതാംബരൻ എന്ന് വെച്ചാൽ വാക്കുകളുടെ പൊരുളറിയുന്നവരിൽ മുൻനിരയിൽ നിൽക്കുന്നവൻ.
ഒരു വാക്കുകൊണ്ട് ഒരു വലിയ സമുദ്രം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വാഗ്വിതാംബരൻ എന്ന് നാരദ മഹാമുനിയെ വിളിക്കുന്നത്. ഉപയോഗിക്കുന്ന ഒരു വാക്കിന്റെ പൊരുൾ അതെന്താണെന്ന് കൃത്യമായിട്ട് നാരദനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ പേരിൽ അറിയപ്പെടുന്നത്. തപസ്വാധ്യായ നിരതൻ എന്നൊക്കെയാണ് വാൽമീകി അദ്ദേഹത്തെ പുകഴ്ത്തിയത്. ആലോചിച്ച് നോക്കണം, വാൽമീകി പുകഴ്ത്തിയിട്ടുള്ളത് തപസ്വാധ്യായ നിരതൻ, തപസ് മാത്രമല്ല സ്വാധ്യായത്തിലും നിരതനായിട്ടുള്ള മുഴുകിയിരിക്കുന്നവനാണ് നാരദ മഹർഷി എന്നുള്ളത്. ഇപ്പുറത്ത് വാൽമീകി സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാനൊരു തപസ്വിയാണ് എന്നാണ്. തപസ്വിയായ അല്ലെങ്കിൽ വാഗ്വിദ്വാന്മാരിൽ ശ്രേഷ്ഠനായ വാൽമീകിയും വാഗ്വിതാംബരനായ നാരദനും തമ്മിലുള്ള സംഭാഷണത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്, അങ്ങ് 3 ലോകവും എപ്പോഴും മാറി മറിഞ്ഞ് നടക്കുന്ന ഒരാളാണല്ലോ, നരോത്തമനായിട്ടുള്ള ഒരാളെ അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന് നാരദ മഹർഷിയോട് ചോദിക്കുന്ന ഭാഗത്താണ് വാൽമീകി രാമായണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരാളെ അങ്ങ് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഒരാൾ? നരോത്തമനായിട്ടുള്ള ഒരാൾ, ഉത്തമ പുരുഷനായിട്ടുള്ള ഒരാൾ, ഉത്തമനായ മനുഷ്യനായിട്ടുള്ള ഒരാൾ അങ്ങ് ഈ 3 ലോകങ്ങളിൽ നടക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, പണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ മികച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന 15ഓളം ഗുണങ്ങൾ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണത്? ധർമ്മജ്ഞനായിരിക്കണം, നല്ല പുരുഷനാണ് അല്ലെങ്കിൽ നല്ലൊരാളാണ്, നല്ല മനുഷ്യനാണ് എന്ന പുരുഷൻ എന്ന് പറയുമ്പോൾ അമ്മമാർ സഹോദരിമാർ വിഷമിക്കണ്ട. മനുഷ്യർ എന്ന അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. ഒരു പൊതു സംജ്ഞയായി പൊതു രൂപമായി പുരുഷൻ എന്ന് കണ്ടാൽ മതി. അപ്പം ഒരു നല്ല മനുഷ്യനാകാൻ എന്തു വേണം? അവൻ ധർമ്മജ്ഞനായിരിക്കണം. ധർമ്മജ്ഞനായിരിക്കണം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്താണെന്ന് അറിയുന്നവനായിരിക്കണം. പോരാ എന്ന ഭഗവാൻ വാൽമീകി പറഞ്ഞു. ധർമ്മം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, എന്തല്ല ധർമ്മം എന്നുകൂടി അയാൾ അറിഞ്ഞിരിക്കണം. ധർമ്മം മാത്രം അറിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചതിക്കുഴികളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പല കുട്ടികൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധമില്ല. നല്ല ഒറ്റപ്പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒറ്റപ്പാതയിലൂടെ പോകുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് വഴി തെറ്റിയാൽ, ഒന്ന് കണ്ണ് തെറ്റിയാൽ, ഒന്ന് കൈവിട്ടാൽ ചെന്ന് തീരുന്ന അഗാധമായ ഗർത്തങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് ഏതാണ് ധർമ്മമല്ലാത്തത് എന്നുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നു വാൽമീകി. അപ്പൊ ധർമ്മജ്ഞൻ എന്ന വാക്കിന്റെ അർത്ഥം ധർമ്മം അറിയുന്നവൻ എന്ന് മാത്രമല്ല, ഏതൊക്കെ ധർമ്മമല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കൂടി സ്വായത്തമാക്കിയിട്ടുള്ള ഒരാളാണ് ധർമ്മജ്ഞൻ എന്ന് പറയുന്നത്. സത്യവാനായിരിക്കണം. അടുത്ത ഗുണം, ഒരു നല്ല മനുഷ്യന്റെ ഗുണങ്ങളിലൊന്ന് സത്യവാനായിരിക്കണം. നമുക്ക് വിചാരിക്കാം സത്യം മാത്രം പറയുന്നതാണ്, സത്യം മാത്രം പറയുന്നതാണ്. സത്യം ചിന്തിക്കുക കൂടി വേണം. സത്യമല്ല ചിന്തിക്കുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞ പോലെ പറയാൻ സാധിക്കും. സത്യം പ്രവർത്തിക്കാനും സാധിക്കണം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധമായിരിക്കണം എന്നാണ് സത്യവാൻ എന്ന വാക്കിന്റെ അർത്ഥം. ദൃഢവൃതനായിരിക്കണം. ദൃഢവൃതൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം ദൃഢമായി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം. സർവഭൂതഹിതനായിരിക്കണം. ഇതൊക്കെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഗുണങ്ങളാണ്. സർവഭൂതഹിതനായിരിക്കും. ഇവിടൊക്കെ ഞാനൊരു ഇൻഡ്യൂട്ടിട്ടാണ് വരുന്നത്. ഇതൊക്കെ നീയാണോ ചോദിച്ചാൽ അല്ല ചേട്ടാ, ഞാനിതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇൻഡ്യൂട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സർവഭൂതഹിതനാണോ? അല്ല സർ, ഞാൻ സർവഭൂതഹിതനാണെന്നൊന്നും പറയാൻ നമുക്കാവില്ല. സർവഭൂതഹിതൻ എന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളോടും ഒരുപോലെ സ്നേഹമുള്ളവനാകണം. മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. കാലം ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെ സ്നേഹം ഉണ്ടാകണം. വാൽമീകി ചോദിക്കുന്നതാ, അങ്ങനെ 10-15 ഗുണങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രിയദർശനായിരിക്കണം, വളരെ സുമുഖനായിരിക്കണം, സദാ പ്രസന്നവതനായിരിക്കണം, ജിതക്രോധനായിരിക്കണം, ക്രോധമുണ്ടാകാൻ പാടില്ലാത്തവനായിരിക്കണം, ക്രോധത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനായിരിക്കണം, ക്രോധത്തെ ലഘൂകരിച്ച് സംസാരിക്കാൻ സാധിക്കുന്നവനും, എത്ര ക്രോധം വന്നാലും ഒച്ചവെക്കാത്ത, ക്രോധത്തിൽ പ്രവർത്തിക്കാത്ത ഒരാളായിരിക്കണം. അങ്ങനെ ജിതക്രോധൻ, ക്രോധത്തിൽ ജയിച്ചവനായിരിക്കണം തുടങ്ങി ഒട്ടനേക വീര്യവാനായിരിക്കണം, ശുചിവ്രതനായിരിക്കണം. ഇങ്ങനെ 10-15 കാര്യങ്ങൾ ഉള്ള ഒരാളുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരാളെ അങ്ങ് കണ്ടു പരിചയമുണ്ടോ എന്നാണ് ചോദ്യം. വാൽമീകി ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കാതെ പറഞ്ഞു, 15 അല്ല വാൽമീകി മഹർഷി, അതിൻ്റെ 4 ഇരട്ടി ഗുണമുള്ള മനുഷ്യൻ എനിക്കറിയാം. 10-60 ഗുണങ്ങളുള്ള ശ്രേഷ്ഠനായൊരു മനുഷ്യനെ എനിക്കറിയാം.
അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത് രാമൻ എന്നാണ്. അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനാണ് അയാൾ. അയാളെ രാമൻ, ശ്രീ എന്ന് പോലും ചേർത്തിട്ടില്ല, രാമൻ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ആളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് ആരായിരിക്കും അതാൾ? അങ്ങനെ ഒരു രാമനുണ്ടെങ്കിൽ ആ രാമനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളതാണ് വാൽമീകി പറഞ്ഞത്. അപ്പൊ വാൽമീകി രാമായണത്തിൽ നമ്മൾ പിന്നെ തേടുന്ന സമയങ്ങളിലെല്ലാം രാമനെ കുറിച്ചുള്ള പറയും. അത് 66 എന്നാണ് വാൽമീകി പറയുന്നത്. 66 പറയാനുള്ളൊരു സ്വാഭാവികമായ സമയക്കുറവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ധർമ്മജ്ഞൻ എന്നൊരു ധർമ്മം എന്താണെന്ന് അറിയുന്നവനായിരിക്കണം, അധർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്നവനായിരിക്കണം. അത് രാമനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കുക? രാമനും രാമന്റെ വനവാസവുമായി ഒരു ബന്ധവും ഉണ്ടോ? രാമന് വല്ല കാര്യമുണ്ടോ കാട്ടിൽ പോയിട്ട്? രാമനായിട്ട് എന്താ ബന്ധം കാടിന്? രാമന്റെ അച്ഛൻ ദശരഥൻ ദേവങ്ങളുമായിട്ടുള്ള യുദ്ധസമയത്ത്, ആ യുദ്ധസമയത്ത് രഥത്തിന്റെ അച്ചാണി ഊരിപ്പോയ സമയത്ത് അമ്മ ചെറുവിരലിട്ട് അത് ഊരിപ്പോകാതെ ശ്രദ്ധിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ തടുത്തു നിർത്തിയതുകൊണ്ട്, രഥത്തിന്റെ ചക്രം നിലനിർത്തിയതുകൊണ്ട് അത് അറിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഭവതി ചെയ്ത നല്ല കാര്യം, ഇല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയി. അതുകൊണ്ട് ഒരിക്കലും ഒരു നേതാവ്, ഒരു രാജാവ് പറയാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അബദ്ധം പറ്റുന്ന അവിടെയാണ്. അപ്പൊ അബദ്ധം പറ്റിയത് ദശരഥനാണ്. നിനക്ക് ഒരു വരം ചോദിക്കാം, 2 വരം ചോദിക്കാം, തെറ്റില്ല. നിനക്കിഷ്ടമുള്ള സമയത്ത് ചോദിക്കാം. ലോകത്ത് ഒരു സാമൂഹ്യ നേതാവും, ഒരു രാഷ്ട്രീയ നേതാവും, ഒരു പ്രവർത്തകനും, ഒരു ദേശീയ നേതാവും, ഒരു രാജാവും പഴയ കാലത്ത് പറയാൻ പാടില്ലാത്തൊരു അബദ്ധം ദശരഥൻ കാണിച്ചതിൽ നിന്നാണ് ഇയാൾ നാട്ടിൽ കണ്ടത്. അത് ചരിത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന് കാട്ടിൽ പോയേ മതിയാവൂ, സീതയെ നഷ്ടപ്പെട്ടേ മതിയാവൂ, സീതയെ അന്വേഷിച്ച് രാവണനിൽ എത്തണം, രാവണനെ വധിക്കണം എന്നൊക്കെയുള്ളത് ഭഗവത് കൃപയാൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിന് തുടക്കമുണ്ടാകുന്നത് ദശരഥനില്ല. രാമനായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അങ്ങനെ രാമനോട് അദ്ദേഹം പറഞ്ഞത്, നാളെ നിന്നെ യുവരാജാവായി വാഴിക്കുന്ന ദിവസമാണ്, പോയി തയ്യാറാകും, നേരത്തെ പോയി കിടന്നുറങ്ങും, നാളെ രാവിലെ വരൂ. പിറ്റേന്ന് രാവിലെ അന്തഃപുരത്തിൽ വരുമ്പോൾ വളരെ ശോകമൂകമാണ് കൊട്ടാരമാകെ. അച്ഛൻ രാമന്റെ മുഖത്ത് നോക്കാനാകാത്ത വിധം തളർന്ന് കരഞ്ഞ് വിലപിച്ച് രാമ രാമ എന്ന് പറഞ്ഞു കിടക്കുക. അമ്മയാണ് സംസാരിച്ചത്. അമ്മ പറഞ്ഞു, അച്ഛൻ കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ കാരണം 2 വരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. ഞാൻ ആ വരങ്ങൾ നിന്റെ അച്ഛനോട് ചോദിച്ചു. അതിലൊന്ന് എൻ്റെ മകനെ യുവരാജാവായി വാഴിക്കണം എന്നുള്ളതാണ്, ഭരതന് യുവരാജാവായി വാഴിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ സഹോദരൻ, ഞാൻ രാജാവായാലും അവൻ രാജാവായാലും നമുക്കെന്താ വ്യത്യാസം? ഭരതൻ യുവരാജാവായാലും അതിനെന്തിനാ അച്ഛൻ കരയുന്ന? അച്ഛൻ്റെ മക്കളല്ലേ. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പറയുന്നത്, നീ രാമൻ 14 വർഷ കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ വർഷമാണ് 14 വർഷം. നിയമം അറിയുന്നവർക്കറിയാം. 14 വർഷം ഒരു രീതിയിലുമുള്ള ഒരു ക്ലെയിം നടത്തിയില്ലെങ്കിൽ, അവകാശവാദം ഉന്നയിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ കേസിൽ നിലനിൽപ്പില്ല. അതുകൊണ്ട് 14 വർഷം നീ കാട്ടിൽ പോകണം. നമ്മൾ അതിനെന്താ കുഴപ്പം? ഞാൻ പോകാമല്ലോ. അതിന് അച്ഛനെന്തിനാ കരയേണ്ട കാര്യം എന്താ? അച്ഛൻ പറയുന്നു, എൻ്റെ സഹോദരനെ രാജാവാക്കാം, യുവരാജാവാക്കാം. എന്നോട് കാട്ടിലേക്ക് പോകാൻ പറയുന്നു, ഞാൻ അതനുസരിക്കാൻ തയ്യാറാണല്ലോ. അച്ഛനെന്തിന് കരയണം? അച്ഛനെന്തിന് സങ്കടപ്പെടണം? നാട്ടുകാരെന്തിന് സങ്കടപ്പെടണം? ഇവിടെ കെട്ടിയിരുന്ന അതൊക്കെ അഴിച്ചുപറിച്ച് കളയണം. എന്തുകൊണ്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് രാമൻ അത്ഭുതത്തോട് ചോദിച്ചു. നിയമപരമായി യാതൊരു സാധുതയും ഇല്ല രാമന്റെ തീരുമാനത്തിൽ. രാമനുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല ദശരഥന്റെ ആ തീരുമാനം. മാത്രവുമല്ല, ദശരഥൻ രാമനോട് പറഞ്ഞിട്ടുമില്ല. ഇന്നാണെങ്കിൽ മക്കളോട് അച്ഛൻ പറയട്ടെ, അമ്മയല്ല അച്ഛൻ പറയട്ടെ എന്ന് പറയുന്ന മക്കളുള്ള ലോകത്ത് രാമൻ അച്ഛൻ പറയട്ടെ, അച്ഛൻ പറയുമ്പോൾ ഞാൻ കേൾക്കാം എന്ന് രാമൻ പറഞ്ഞില്ല. അച്ഛന്റെ ആജ്ഞയല്ല, അച്ഛന്റെ ഇച്ഛയാണ് മകൻ പാലിക്കേണ്ടത് എന്ന് രാമൻ അറിയാൻ. അതിനെയാണ് ഭാരതം ധർമ്മം എന്ന് പറയുന്നത്. അതിനെ നിയമം എന്നല്ല പറയാം, അതിനെ ധർമ്മം എന്നാണ് പറയുക. മകന്റെ ധർമ്മം എന്നാണ് പറയുക.
അച്ഛൻ്റെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സറിയുന്ന മകൻ അച്ഛൻ ആവശ്യപ്പെട്ടാൽ എത്ര തിക്താനുഭവം സ്വന്തം ജീവിതത്തിൽ ഉണ്ടായാലും അത് സന്തോഷത്തോട് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുള്ള മക്കളുടെ രാജ്യമായിരുന്നു ഭാരതം എന്ന് രാമായണം നമ്മോട് പറയും. ഭീഷ്മരുടെ കഥ അറിയാലോ. ഭീഷ്മരായത് അച്ഛന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു രാജാവായി പടനയിക്കാൻ മുമ്പിലുണ്ടായിരുന്നത്. അത് അച്ഛൻ അതാണ് താല്പര്യമെങ്കിൽ അത് ആയിക്കോട്ടെ. അച്ഛൻ അവരിലുണ്ടാകുന്ന ഏത് കുഞ്ഞിനും രാജാവാക്കും. അതിൽ വിരോധമൊന്നുമില്ല. ഇനി അച്ഛൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല, ഞാൻ പൂർണ്ണ അവിവാഹത്തിനായിട്ട് തുടരാം എന്ന് പറയുന്ന മക്കളുടെ ലോകത്തു നിന്നാണ് മഹാഭാരതവും രാമായണവും ഇപ്പോൾ നമ്മൾ പുനർവായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കാലത്ത്, നമ്മൾ ആധുനിക കാലത്ത്, ഭൗതികതയുടെ കാലത്ത് നമ്മൾ രാമായണവും മഹാഭാരതവും പുനർവായന നടത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന മക്കൾ അച്ഛൻ്റെ ആജ്ഞയല്ല, അച്ഛൻ്റെ ഇച്ഛ, ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം ആരെങ്കിലും പറഞ്ഞാൽ, അമ്മയാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, അവർ പറഞ്ഞറിഞ്ഞാൽ പോലും അത് നടത്താൻ, സന്തോഷത്തോട് നടത്താൻ സാധിച്ചിരുന്ന മക്കളുടെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ളവരെയാണ് ധർമ്മജ്ഞൻ എന്ന് മഹാഭാരതത്തിൽ വാൽമീകി പറയുന്നു. അങ്ങനെയുള്ളതാണ് രാമൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ സത്യവാനായിരിക്കണം. നേരത്തെ പറഞ്ഞ സത്യവാനായിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സത്യം ചിന്തിക്കണം, സത്യം പറയണം, സത്യം പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലാത്തൊരാളെ നമ്മൾ കൂടെ ചേർക്കും എന്നുള്ളതാണ്. ഈശ്വര വിശ്വാസമില്ലാത്തയാൾ നമ്മുടെ കൂടെ ചേർക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ജാബാലിയാണ്. ജാബാലിയാണ് ഏറ്റവും വലിയ ഉദാഹരണമായി വാൽമീകി പറയുന്നത്. ആരാണ് ജാബാലി? ജാബാലി എന്ന് പറയുന്നത് ദശരഥന്റെ ഉള്ളിലുണ്ടായിരുന്ന, ദശരഥന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അതിവിദഗ്ധനായ ഒരു ഉപദേശക സമിതി അംഗം എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ജാബാലി. രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ സങ്കടപ്പെട്ട് സഹോദരൻ ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കൂടെ കൊണ്ടുപോയ ഒരാളാണ് ജാബാലി. കാരണം അച്ഛന്റെ സുഹൃത്താണ്, അച്ഛന്റെ സംഘത്തിൽപ്പെട്ടയാളാണ്, അച്ഛന്റെ കാലം മുതലേ ഞങ്ങളുടെ കൊട്ടാരത്തിലുള്ളയാളാണ്, വലിയ പദവികൾ വഹിക്കുന്നയാളാണ്. അച്ഛനും ചേട്ടനും എനിക്കും ഞങ്ങൾ എല്ലാ സഹോദരന്മാർക്കും അമ്മമാർക്കും അങ്ങേറ്റത്തെ ബഹുമാനമുള്ളയാളാണ്. അതുകൊണ്ട് അങ്ങ് ജാബാലി, അങ്ങ് കൂടി ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു ഭരതൻ അദ്ദേഹത്തെ കാട്ടിലേക്ക് കൊണ്ടുപോയി, ഒരു ഉപദേശക സമിതിയെ അംഗം നേടി. കാരണം രാമനറിയാം, രാമന്റെയും സഹോദരന്മാരുടെയും ജനനത്തിന് കാരണമായിട്ടുള്ള പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് മഹർഷിമാരോടൊപ്പം ഇരുന്ന് ആലോചിച്ച സഭയിലുണ്ടായിരുന്ന ആളാണ് ജാബാലി. ആ ജാബാലിയെ കൊണ്ടാണ് രാമന്റെ അടുത്തേക്ക് പോകുന്നത്. ദശരഥൻ തീപ്പെട്ടപ്പോൾ, മഹാരാജാവിന് തീപ്പെട്ട സമയത്ത് ആരുമില്ല നാട്ടിൽ. മൂത്ത മകനില്ല, മറ്റൊരു മകനില്ല, വേറെ 2 മക്കൾ അമ്മയുടെ വീട്ടിൽ നിന്ന്, അമ്മാവന്റെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ആരുമില്ല നാട്ടിൽ അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഇന്നത്തെ ആധുനിക കാലവുമായിട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ദേശീയ നേതാവ് മരിക്കുന്ന സമയത്ത് ദേശീയ നേതാവ് അന്തരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഒപ്പം തന്നെ അടുത്തയാൾ ആരാണ് സ്ഥാനാരോപണം ചെയ്യേണ്ടയാൾ താൽക്കാലികമായി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യത്തിലുള്ള ലോകമെമ്പാടും, ഭാരതത്തിൽ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ദശരഥൻ തീപ്പെട്ട സമയത്ത് മക്കളാരും സ്ഥലത്തില്ല. അമ്മമാർക്ക്, ഭാര്യമാർക്ക് ആർക്കും ആ പദവിയിലേക്ക് വരാൻ തക്കവണ്ണം ശക്തരായിരുന്നില്ല. അത് ആലോചിക്കാൻ ചേർന്ന ഉപദേശക സമിതി യോഗത്തിൽ, ഉന്നതല യോഗം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഭാഷയിൽ പങ്കെടുത്ത ആളാണ് ജാബാലി. അങ്ങൾക്കൊരു കുഴപ്പമുള്ളൂ, അദ്ദേഹം ഈശ്വരവിശ്വാസിയല്ല, നാസ്തികനാണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരാളങ്ങനെ ഒറ്റയ്ക്ക് വരും, ഒറ്റയ്ക്ക് മടങ്ങും, ഒരു വഴിത്താവളം മാത്രമാണ് ജീവിതം എന്നൊക്കെയുള്ള വെറും ഭൗതികമായ സങ്കല്പങ്ങളൊക്കെയുള്ള ആളാണ്. അതുകൊണ്ട് സമ്പദ് സമൃദ്ധിയിലേക്ക് മടങ്ങണം എന്ന് അദ്ദേഹം പറയും. അത് പറയാനാണ് രാമന്റെ അടുത്തേക്ക് പോയത്. അങ്ങ് ഈ അടവിയിൽ ജീവിക്കേണ്ട ആളല്ല, അങ്ങ് ഈ കാട്ടിൽ ജീവിക്കേണ്ട ആളല്ല. അങ്ങയുടെ അയോധ്യ അങ്ങയെ കാത്തിരിക്കുക. ആ അയോധ്യ ഏൽപ്പിച്ചു കൊടുത്ത മഹാരാജാവ് ഭരതൻ, അങ്ങയുടെ സഹോദരൻ ഇതാ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു, അങ്ങ് വരൂ എന്ന് പറയാൻ പോയ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ജാബാലി. അതുകൊണ്ട് സമൃദ്ധിയിലേക്ക്, അയോധ്യയിലേക്ക് മടങ്ങി വരൂ. അദ്ദേഹത്തിന് അറിയില്ലല്ലോ എവിടെയാണോ ഭഗവാനും ദേവിയും ഉള്ളത്, അതാണ് അയോധ്യ എന്ന് ജാബാലിക്ക് അറിയില്ലല്ലോ. ജാബാലി വിചാരിച്ച അയോധ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്, വലിയ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ ശ്രീരാമനും സീതാദേവിയും ഇരിക്കുമ്പോഴാണ് അവർ പരിപൂർണ്ണ സന്തുഷ്ടരാവുക എന്നു മാത്രമുള്ള ഭൗതികമായ കാര്യം മാത്രമേ ജാബാലിക്കറിയൂ. ഭഗവാനും ദേവിയുമാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമനും സീതാദേവിയും എന്ന് തിരിച്ചറിയാനുള്ള ആധ്യാത്മികമായൊരു ചെറിയ വെളിച്ചം പോലും, മൺചരാതിന്റെ വെളിച്ചം പോലും ജാബാലിക്കുണ്ടായിരുന്നു.
അപ്പൊ അതുകൊണ്ട് ഭൗതികതയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, സുഖത്തിലേക്ക് വരാൻ ഈ കാടല്ല അയോധ്യയാണ്, അടവിയല്ല അയോധ്യയാണ് നല്ലത്. അതുകൊണ്ട് പ്രിയപുത്ര മകനെ, നീ മടങ്ങി വരണം എന്ന് ജാബാലി പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഞാനില്ല. എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത് 14 വർഷം ഞാൻ കാട്ടിൽ കഴിയണമെന്നാണ്. എൻ്റെ സഹോദരൻ അത്രയും കാലം രാജാവായി തുടരണം എന്നാണ്. അതുകൊണ്ട് എത്രയും കാലം തുടർന്നാലും വിരോധമില്ല. 14 വർഷത്തേക്ക് ഞാൻ അയോധ്യയിലേക്കില്ല, അങ്ങ് മടങ്ങിപ്പോകണം, ദയവായി മടങ്ങിപ്പോകണം എന്ന് രാമൻ പറഞ്ഞു. അവിടെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും സത്യവാനാണല്ലോ, സത്യസന്ധനാണല്ലോ, ദൃഢവ്രതനാണല്ലോ, അദ്ദേഹം ധർമ്മജ്ഞനാണല്ലോ, ധർമ്മിഷ്ഠനാണല്ലോ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഭരതനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം കൂടെ കൊണ്ട് നടക്കുന്നപ്പോൾ കൊള്ളാം, അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഇദ്ദേഹം പറയുന്നതൊന്നും ആധ്യാത്മികമായി ശരിയല്ല, ഇതെല്ലാം അതിഭൗതികമായ കാര്യങ്ങളാണ്, സത്യമാണെന്ന് തോന്നും, ധർമ്മമാണെന്ന് തോന്നും, പക്ഷേ അതിനപ്പുറത്താണ് സത്യവും, അതിനപ്പുറത്താണ് ധർമ്മവും. അതുകൊണ്ട് മധുര മനോഹര മനോജ്ഞമായ വാക്കുകൾ മാത്രമേ ഇത്തരം ഭൗതികവാദികളിൽ നിന്നുണ്ടാകൂ. അതിനപ്പുറത്തുള്ള അത്ര രസകരമല്ലാത്ത കാര്യമാണ് ആത്മീയത എന്ന് നീ ഓർക്കണം ഭരത എന്ന് സഹോദരനെ ഉപദേശിക്കാൻ കൂടി രാമൻ കാട്ടിൽ വെച്ച് മറന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ധർമ്മനിഷ്ഠനെയാണ്, അങ്ങനെയുള്ളൊരു സത്യവാനെയാണ് നമ്മൾ കാണുന്നത്. ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഹിന്ദുമതത്തിന്റെ പ്രത്യേകത ഇതാണ്, എനിക്കും നിങ്ങൾക്കും മതത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം കിട്ടില്ലായിരിക്കാം, വേണ്ട, പക്ഷെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ ഒരു ദർശനത്തിലൂടെ മാത്രമേ 100 വർഷത്തിലൊരിക്കലോ 1000 വർഷത്തിലൊരിക്കലോ ജനിച്ചു വരുന്ന അവതരിക്കുന്ന ഗുരുക്കന്മാരായിരിക്കും നമുക്ക് ഉത്തരം നൽകുക. അങ്ങനെ ഒരു അവതാരം ഇനി ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ 1000 വർഷം കഴിയണമായിരിക്കാം. 1000 വർഷത്തിലൊരിക്കൽ വന്നുപെടുന്ന ഇത്തരം അവതാരങ്ങളാകാൻ നമ്മൾ സംശയങ്ങൾ തീർത്തത്. പക്ഷെ നമ്മുടെ സംശയങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ടാവും, നമ്മുടെ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ടാവും. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുള്ള ഭൂമിയുടെ ഏക ജനാധിപത്യ സംവിധാനമാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സംസ്കാരമെന്ന് ലോകം മുഴുവൻ പറയും. ആ സംസ്കാരത്തിലെ ഇത്തരത്തിലുള്ള ആത്മീയ ഗുരുക്കന്മാർ, ആത്മീയ തേജസ്സുകൾ, മഹാഋഷിമാർ, അവതാര പുരുഷന്മാർ ഉണ്ടാകൂ എന്ന് നമ്മൾ തിരിച്ചറിയും. അത്തരത്തിലുള്ള അന്വേഷണത്തിന് തേടലുമാണ് വാത്മീകി രാമനിലൂടെ, മനുഷ്യനിലൂടെ നിങ്ങൾക്കും സാധിക്കും, നിനക്കും സാധിക്കും, മനുഷ്യർക്ക് സാധിക്കുമെന്ന വ്യവസ്ഥയിൽ പറയും. ദൃഢവ്രതനായിരിക്കണം, ദൃഢമായ വ്രതമുള്ളവനായിരിക്കണം. ദൃഢമായ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും. അത് ജാബാലി വന്ന് പറഞ്ഞാലും, ഭരതൻ സഹിച്ച് ഞാൻ മടങ്ങിപ്പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാലും, ബുഹൻ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാലും, അമ്മമാരുടെ കണ്ണീര് കണ്ടാലും, അമ്മമാർ കരഞ്ഞാലും, അച്ഛൻ്റെ രാജ്യഭാരം ഏറ്റെടുക്കേണ്ട മൂത്തപുത്രനാണ് താൻ എന്നുള്ള കർത്തവ്യബോധമുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞത് 14 വർഷം കാട്ടിലേക്ക് പോകാനായതുകൊണ്ട് ആ 14 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ദൃഢത്വം അത് രാമനിലുണ്ട്. ഒരു സാധാരണക്കാരന് സാധിക്കുമെന്നാണ് വാർത്തകൾ. രാമനിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ബാലകൃഷ്ണനിലും ഗോപാലകൃഷ്ണനിലും ഗോവിന്ദനിലും സുശീലയിലും ഗോവിന്ദനും എല്ലാവരിലും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. രാമന് സാധിക്കുമെങ്കിൽ നിനക്കും അത് സാധിക്കും എന്നാണ് വാൽമീകി പറഞ്ഞത്. രാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകത്തിലൂടെ നമുക്ക് നടന്നടക്കാവുന്ന, നാരായണനിലേക്ക് നടന്നടക്കാവുന്ന, നടന്ന് അടുത്ത് ചെല്ലാൻ സാധിക്കുന്ന ഒരു വലിയ തേജോ പുഞ്ചമാണ് നാരായണൻ എന്ന് നമ്മെ ബോധിപ്പിച്ചു തരുന്നു ഇതിലൂടെ. ശുചിവ്രതനായിരിക്കണം എന്നൊക്കെയുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശുചിവ്രതനായിരിക്കുക, ശുചിത്വം, ദേഹശുചിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സാമൂഹികമായൊരു ശുചിത്വമുണ്ട്. എവിടെയാണോ സമൂഹത്തിൽ അപകടമുണ്ടാകുന്നത് ആ അപകടത്തെ നേരിടാൻ നമ്മൾ മുന്നിലുണ്ടാകണമെന്ന് പറയുന്നതാണ് ഭഗവാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയാണോ ഒരു ധർമ്മിഷ്ഠന്മാരില്ലാതെ നശിക്കപ്പെടുന്നത്, അധർമ്മം കയറി വരുന്നത്, ആ സമയങ്ങളിലെല്ലാം ഞാൻ യഥാവിധി അവതരിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഭഗവാൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. രാമൻ അത്തരത്തിൽ മനുഷ്യനായി വന്ന് നടന്ന ഒരാളാണ്. അപ്പൊ സീതാദേവി പറഞ്ഞു, നമ്മൾ ഈ സമയത്ത് നമ്മൾ കാട്ടിൽ വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ, അച്ഛൻ്റെ ഇച്ഛ അതായതുകൊണ്ട് വന്നതാണ്. നമ്മൾ ഈ മഹാമുനിമാരുടെ തപസ് മുടക്കാനും യാഗം നഷ്ടപ്പെടുത്താനും മുടക്കാനും ഒക്കെ വലിയ കിരാതന്മാർ വന്നാൽ, അസുരന്മാർ വന്നാൽ, രാക്ഷസന്മാർ വന്നാൽ നമ്മളെന്തിനാ അവരുടെ യുദ്ധത്തിന് പോകണം? നമ്മളിവിടെ സുഖവാസത്തിൽ നിന്ന് വന്നിട്ട് 14 വർഷം കഴിഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകണം.
രാമൻ പറഞ്ഞത് ഈ 14 വർഷം ഈ കാട്ടിൽ നടക്കുമ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ ദേഹശുചിത്വം മാത്രമല്ല, നാം ഉൾക്കൊള്ളുന്നൊരു പരിസരത്തിന്റെ ധാർമ്മികമായ ശുചിത്വം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ശുചിയായിട്ടിരിക്കാൻ കഴിയും. ആ ധാർമ്മികമായ ശുചിത്വം ഉണ്ടാകണമെങ്കിൽ ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ, ഈ മഹാമുനിമാരുടെ, ഈ മഹാഋഷിമാരുടെ തപസ്സിളക്കാൻ വരുന്ന, തപസ് നഷ്ടപ്പെടുത്താൻ വരുന്ന, തടസ്സപ്പെടുത്താൻ വരുന്ന, അവരുടെ യാഗങ്ങൾ നശിപ്പിക്കാൻ വരുന്ന, ആ ഹോമകുണ്ഡത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്ന അസുരന്മാരെ ഓടിച്ചു കളയുന്ന, അധാർമികളെ ഓടിച്ചു കളയുന്ന ധർമ്മിഷ്ഠന്മാരാകുമ്പോഴാണ് നമുക്കൊരു സാമൂഹ്യ ശുചിത്വം ഉണ്ടാകും. അപ്പൊ ശുചിത്വം എന്ന വാക്കിൽ നമ്മൾ കാണുന്ന അർത്ഥത്തിനപ്പുറത്ത് വാത്മീകി നമ്മളോട് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 66ഓളം ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ് രാമൻ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നത് പോലെ നമുക്കുമാകാം രാമൻ എന്നാണ്. ഞാനാണ് രാമൻ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എനിക്കും രാമനാകാം, എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായാലും രാമനാകാം എന്ന് അത്തരത്തിലുള്ള ഒരു രാമനെയാണ് എനിക്കറിയാവുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ മഹാമുനി വാത്മീകി, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 15 ഗുണങ്ങളുള്ള, 15 ഏതാണ്ട് 60-ലേറെ ഗുണങ്ങളുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം വർണ്ണിച്ചത്. അയാളുടെ പേര് രാമൻ എന്താണ്? ദശരഥൻ തന്റെ മൂത്ത മകനാണ്. അയോധ്യയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം യാത്രയാക്കുന്നു. അതിനുശേഷമാണ് വാത്മീകി മഹർഷി തൊട്ടടുത്തുള്ള സരയൂ നദിയിൽ കുളിക്കാനായി. നമ്മൾ അറിയുന്നൊരു കഥ അത് മാത്രമാണ്. ആ കഥ നമുക്കറിയാം. ഭരദ്വാജ മഹർഷി ശിഷ്യനായിട്ടുള്ള ഭരദ്വാജനുമൊത്ത് തൊട്ടടുത്തുള്ള സരയൂ നദിയിൽ കുളിക്കാൻ പോകുമ്പോഴാണ് ക്രൗഞ്ചമിഥുന പക്ഷികളിൽ ഒന്നിനെ മറഞ്ഞിരിക്കുന്നൊരു വേടൻ അമ്പെയ്ത് താഴെ വീഴ്ത്തുന്നു. വേടന്റെ പണി അതാണല്ലോ, അമ്പെയ്ത് താഴെ വീഴ്ത്തുക എന്നുള്ളതാണ്. അങ്ങനെ പല വേടന്മാർ പല കാലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആധുനിക കാലവും നമ്മോട് പറയുന്നത്. അത്തരം വേടന്മാർക്കെതിരായ പ്രതിരോധം കൂടിയാണ് രാമായണം എന്ന് നമ്മോട് പറയും. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സങ്കടം, അദ്ദേഹത്തിനുണ്ടായ ഒരു ആത്മരോഷം, ആ ആത്മരോഷത്തിൽ നിന്ന് 4 വരി കവിത പിറക്കുകയുണ്ടായി. സാധാരണ ഒരു മഹാമുനി അതിൽ ആത്മരോഷം കൊള്ളാറില്ല. പക്ഷെ ഒരു സ്വാഭാവികമായ പ്രതികരണമായിരുന്നു, അത് ആത്മരോഷമായിരുന്നില്ല എന്നാണ് വാത്മീകി പറയുന്നത്. ഒരു ക്രൗഞ്ചമിഥുന ഇണപ്പക്ഷികളിൽ ഒന്നിനെ ക്രൂരമായി അമ്പെയ്ത് താഴ്ച വീഴ്ത്തിയപ്പോൾ, കൊന്നുകളഞ്ഞപ്പോൾ സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന പ്രതികരണമാണ് ആ 4 വരി കവിതയായി വന്നത് എന്നാണ് വാത്മീകി നമ്മളോട് പറയുന്നത്. പക്ഷെ മനസ്സിലെ തളം കെട്ടുന്നു. കുളി കഴിഞ്ഞ് അർഘ്യപൂജാദികൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴും ശിഷ്യനായ ഭരദ്വാജനോട് മാമുനി ചോദിച്ചു, എൻ്റെ മനസ്സിൽ നിന്ന് ആ സങ്കടം പോകുന്നില്ല, ആ കിളി വീണ് പിടയുന്ന കരച്ചിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ ആ കവിത എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു? അത്തരം കാര്യങ്ങളിലൊന്നും കവിത എഴുതുന്ന ആളല്ലല്ലോ ഞാൻ. എങ്ങനെ ഈ കവിത 4 വരി കവിത വന്നു എന്ന് ആലോചിച്ചപ്പോഴാണ് അത് 4 വരിയിലും 8 അക്ഷരങ്ങൾ വീതമുള്ള ഒരു കവിതയാണ്, ശ്ലോകമാണ് എന്ന് വാത്മീകി തിരിച്ചറിഞ്ഞു. അത് അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ളതാണ് എന്ന് വാത്മീകി തിരിച്ചറിഞ്ഞു. വാത്മീകിക്ക് അത്ഭുതമായി. ഇങ്ങനെ ഒരു കവിതയെ ചൊല്ലി രാമൻ ജപിക്കുന്ന എൻ്റെ ചുണ്ടുകളിൽ ഒരു കവിത പിറന്നിരിക്കുന്നു. അത് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺപക്ഷിയെ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു പെൺപക്ഷിയുടെ പിടച്ചിൽ കണ്ട് എൻ്റെ മനസ്സിൽ നിന്നുണ്ടായ ആത്മരോഷമെന്നോ എൻ്റെ സങ്കടമെന്നോ ഉള്ള രീതിയിൽ ഒരു 4 വരി കവിത 8 അക്ഷരമുള്ള, ഓരോ വരിയിലും 8 അക്ഷരമുള്ള അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള കവിതയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോഴാണ് സാക്ഷാൽ ബ്രഹ്മാവ് വരുന്നതായി പറയുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, അത് തോന്നുന്നു നിന്റെ അടുത്തേക്ക് മകനെ, നിന്റെ അടുത്തേക്ക് ഞാനാണ് അയച്ചത്. വാത്മീകി സംശയിക്കണം, നാരദനെ അയച്ചത് ഞാൻ തന്നെയാണ്. നിനക്ക് രാമനെ പോലെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ നിനക്ക് തോന്നിച്ചതും ഞാനാണ്. രാമനെ കുറിച്ച് നീ വളരെ മനോഹരമായി കേട്ടതും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ടാണ്. നീ പോയ സമയത്ത് ക്രൗഞ്ചമിഥുന പക്ഷികൾ ഒന്ന് താഴെ വീണ് പിടഞ്ഞപ്പോൾ നീ അറിയാതെ നിന്റെ മനസ്സിലെ ശ്ലോകമായി മാറിയതും നീ അറിയാതെയാണ്. അതുകൊണ്ട് മകനെ, ആ രീതിയിൽ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ നീ രാമന്റെ കഥ എഴുതണം എന്ന് പറഞ്ഞത് ബ്രഹ്മാവ്. എന്നാലോചിച്ച് നോക്കൂ, ബ്രഹ്മാവ് നിരൂപിച്ചൊരു സാധനം
നാരദനിലൂടെ വാൽമീകി മഹർഷിയിലെത്തി അത് നമ്മൾ പരസ്പരം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ മുദ്രയായി വാൽമീകി രാമായണം ഭാരതത്തിൽ നിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാമൻ ഒരു കാരണവശാലും അത്തരത്തിൽ കാര്യങ്ങളിലൊന്നും തന്നെ സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്ന സമയത്തായാലും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന സമയത്തായാലും ഒന്നും തന്നെ അക്കാര്യത്തിൽ രാമൻ ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു മനുഷ്യനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ നിർത്തേണ്ട സമയം സാറേ, നിർത്തേണ്ട സമയമായി. എപ്പോൾ വേണമെങ്കിൽ നിർത്താം, ഒന്ന് കൈകാണിച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നിർത്താം. അല്ല ആര് കൈകാണിച്ചാലേ ഞാൻ നിർത്താത്ത, കാരണം 8:20 വീട്ടിൽ കൊണ്ട് സമയമായില്ല ഇനി. അപ്പോൾ ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. കാരണം ഇതൊരു ഇങ്ങനെ പറഞ്ഞാൽ തീരുന്നൊരു വിഷയമല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഈ മാന്യ സദസ്സിൽ എത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വാമിത്ര മഹർഷിയുടെ പ്രശിക്ഷണം എന്തിനായിരുന്നു രാമൻ ആവശ്യം? ആ ചോദ്യം നമ്മൾ തിരിച്ചു. എന്തിനായിരുന്നു കൃഷ്ണൻ ആവശ്യം? സന്ദീപനി മുനിയുടെ അടുത്ത് പോയി പഠിക്കേണ്ട ആവശ്യം കൃഷ്ണൻ എന്താണ്? അത് തന്നെയാണ് രാമന്റെയും ആവശ്യം. അവർ സാധാരണ ബാലന്മാരെ പോലെ എല്ലാവരും ഒത്ത് പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിശ്വാമിത്രന്റെ പ്രശിക്ഷണ സമയത്ത് വിശ്വാമിത്രൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം നേരെ ദശരഥ മഹാരാജാവിന്റെ അടുത്ത് വന്നു. വിശ്വാമിത്രൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ദശരഥന് മുട്ടിടിച്ചു. കാരണം മൂക്കിന്റെ അറ്റത്താണ് ചുണ്ടി. അതുകൊണ്ട് എന്താണ് ചോദിക്കാൻ പോവുക എന്നുള്ളതായിരുന്നു ഭയം. അപ്പൊ വേറെ ഒന്ന് ചോദിച്ചിന് ഇരുത്തി സന്തോഷമായി. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കൂടെ രാമനെ അയക്കാം. എന്താ കാര്യം? അവിടെ എന്റെ യാഗം മുടക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നു. എനിക്ക് യാഗം നടത്തിയേ പറ്റൂ, യാഗം മുടക്കാനാവില്ല. അതുകൊണ്ട് അതിനുവേണ്ടി രാമനെ കൂടെ അയക്കും. മഹാരാജാവ് ആദ്യം മോഹാത്സ്യപ്പെട്ടത് അപ്പോഴാണ്. 10-15 വയസ്സായ മകൻ, മൂത്ത മകൻ, പ്രിയപുത്രൻ. അവൻ ഒരുപക്ഷെ ഒരു ഉറുമ്പിനെ പോലും കണ്ടിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, അമ്പെയ്ത്ത് ശീലിച്ചതല്ലാതെ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നറിയാത്ത മഹാരാജാവ് പറഞ്ഞു, ഞാൻ വരാം. വേണ്ട, എന്റെ സൈന്യത്തെ മുഴുവൻ അങ്ങയുടെ കൂടെ അയക്കാം. വേണ്ട, എനിക്ക് വേണ്ടത് രാമനെയാണ് എന്ന് വാൽമീകിയും മറ്റുള്ളവരും രാമനെ വേണം എന്ന് പറയാനുണ്ടായ കാരണം രാമൻ മനുഷ്യനായി ജനിച്ച് അസ്ത്രവിദ്യ പഠിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ച് സ്വയംവരം ചെയ്ത് മടങ്ങി വരണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. എങ്കിലേ കഥ പൂർണ്ണമാകും. അതുകൊണ്ട് വിശ്വാമിത്രന്റെ പ്രശിക്ഷണം മുതൽ രാവണന്റെ ഹനനം വരെ, രാവണ ഹനനം വരെയുള്ള ദീർഘമായ ആ 24,000 ശ്ലോകങ്ങളിൽ എല്ലായിടത്തും രാമൻ കേവലം ഒരു മനുഷ്യനായി മാത്രമാണ് ജീവിച്ചത്. ഓരോ പ്രവൃത്തിയിലും നരത്വമായിരുന്നു, നരനായിരുന്നു, മനുഷ്യനായിരുന്നു അദ്ദേഹം. ശൈവജാപം കുലയ്ക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു. ഭഗവാനാണ്, മഹാവിഷ്ണുവാണ്, ശൈവജാപമാണ് അവിടെ ഇരിക്കുന്നത്. മനസ്സുകൊണ്ട് വിളിച്ചാൽ ചാപം താനെ വന്ന് അത് കെട്ടാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിലാണ് ചാപം 10 പേർ കൊണ്ട് ചുമന്നു വെച്ചത്. ഭഗവാൻ ഒരു കൈൻ്റെ എടുത്തു വലിച്ചു കെട്ടി ഒരു കൈ. ഇപ്പൊ ശൈവജാപം കെട്ടുവാനായി രാമനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നതാണ് ഈ ശൈവജാപം പോലെയുള്ള കുലയ്ക്കൽ എന്നതിനർത്ഥം. അത്രയും ദുഷ്കരമായ കാര്യങ്ങൾ ചെയ്യാൻ, അസ്ത്രമെയ്യേണ്ടതായ ഈ വില്ല് കുലയ്ക്കാൻ, ഈ അമ്പ് കുലയ്ക്കാൻ, വില്ല് കുലയ്ക്കാൻ, അമ്പെയ്യാൻ നിനക്ക് സാധിക്കും, സാധാരണക്കാരന് സാധിക്കുമെന്ന് രാമൻ എന്ന സാധാരണ മനുഷ്യരിലൂടെ വാൽമീകി നമ്മളോട് പറയുന്നു. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വനത്തിലേക്ക് പോയ രാമനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയും. രാമനെ പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ വിശദമായിട്ട് പറയും. അങ്ങനെ പോകുന്ന സമയത്ത് എന്തിനാ ജടായുവിനെ കാണുന്നത്? ഭഗവാൻ അറിയാലോ ഇതൊക്കെ ഒരു നാടകമാണ്. ഇതൊരു നാടകമാണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. ഞാനാണ് എൻ്റെ തിരക്കഥ എഴുതിയത്, ഞാനാണ് എൻ്റെ തിരക്കഥ എഴുതിയത്, ഞാനാണ് പ്രധാന നടൻ. നമ്മൾ പറയുന്നത് രാമായണം നമ്മൾ പറയുന്നത്. തനിക്ക് ശേഷിച്ച ചിറകുമായി ആഞ്ഞുവെട്ടി വെട്ടേറ്റ് നിലം പതിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വഴിയാണ് സീതാദേവിയുമൊത്ത് അദുഷ്ടൻ പോയത് എന്ന് പറയാൻ വേണ്ടി ജീവിച്ചിരുന്നു ജടായു. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പോണേക്കര വലത്തോട്ട് എന്ന് എഴുതി വെച്ച് ആരോടേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവാൻ അറിയാലോ ഇതിലെ വന്ന പോണേക്കരയാവുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ഞാൻ മനുഷ്യനാണല്ലോ, എനിക്ക് പോണേക്കര പോകാനുള്ള വഴി അറിയില്ല, എവിടെയാ ചേട്ടാ? പോണേക്കരയ്ക്ക് വലത്തോട്ടിരിക്കാൻ ഇടത്തോട്ടിരിക്കണം. വലത്തോട്ട് 3 കിലോമീറ്റർ പോയി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാകും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഭഗവാനോടാണ്. അപ്പൊ ആ രീതിയിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞതൊക്കെ അച്ഛന്റെ മരണവാർത്ത അറിയുമ്പോഴൊക്കെ പൊട്ടിക്കരയുന്ന രാമനെന്നാണ് കാണുന്നത്.
സീതാദേവി നഷ്ടപ്പെടുന്ന സമയത്ത് സാധാരണ ഒരു ഭർത്താവ് ഭാര്യ നഷ്ടപ്പെട്ടാൽ കരയുന്ന പോലെ തന്നെ നമുക്ക് വളരെ ദൈന്യത തോന്നുന്ന രീതിയിൽ അത് കരയുന്നത്. എന്തിനാണ് സുഗ്രീവനുമായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെടുന്ന ഭഗവാൻ അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ആരാണ് കുരങ്ങന്മാരായിട്ട് വരിക എന്ന് നേരത്തെ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യയായിട്ട് വരുന്നത് ആരാണ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ സഹോദരന്മാരായിട്ട് വരുന്ന 3 പേർ ആരൊക്കെയാണ് എന്ന് ഭഗവാൻ നേരത്തെ തീരുമാനിച്ചു വരുന്നത്. ഈ നിൽക്കുന്ന കുരങ്ങന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ വാനരശ്രേഷ്ഠന്മാർ ആരൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ശ്രേഷ്ഠ ജനങ്ങളുമായി ഞാനൊരു സമ്പർക്കത്തിലുണ്ട്. പക്ഷെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ. മോട്ടിവേറ്റ് ചെയ്യണം. എല്ലാവരും പറഞ്ഞു ഈ ലങ്ക നിനക്ക് ചാടാൻ പറ്റും, ഇത് ആ കാണുന്നതാണ് ലങ്ക, ഒറ്റച്ചാട്ടത്തിന് നിനക്ക് എത്താം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരാൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചാടാം, ഇങ്ങോട്ട് തിരിച്ചു ചാടാനുള്ള ശേഷിയില്ല എന്നൊരാൾ പറഞ്ഞു. വേറെ ഞാൻ ചാടാൻ, പക്ഷേ ചിലപ്പോൾ കടലിൽ വീട് പോകും, ചിലവർ ചാടി എത്തുമെന്ന് സംശയം. ഇതൊക്കെ അറിയുമെങ്കിലും ചാടാൻ സാധിക്കുന്ന ഒരാൾ ആഞ്ജനേയൻ മാത്രമായിരുന്നു. ഒരേ ഒരാളെ ഉണ്ടായിരുന്നു സഖ്യത്തിൽ, അത് ആഞ്ജനേയനായിരുന്നു. ആഞ്ജനേയനൊക്കെ കേട്ടിട്ട് എന്നോടല്ല പറയുന്ന രീതിയിൽ നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞു നിനക്കാണ് ഇത് സാധിക്കുക, നിനക്ക് മാത്രമേ സാധിക്കൂ. 2 കാരണങ്ങളാണ്. ഒന്ന്, രാമൻ തന്ന മോതിരം സീതാദേവിയെ കാണുമ്പോൾ രാമനാണ് നിന്നെ അയച്ചത് എന്ന് ദേവിക്ക് മനസ്സിലാക്കാനുള്ള മുദ്ര നിന്റെ കയ്യിലാണ് ഭഗവാൻ തന്നത്. നിന്റെ കയ്യിലാണ് രാമൻ തന്നത്. രാമന് നിന്നെ വിശ്വാസം. 1. 2, പണ്ട് സൂര്യനെ പിടിക്കാൻ ചാടിയവൻ നീയാണ്. സൂര്യനെ പിടിക്കാൻ ചാടി അങ്ങ് ദൂരെ എത്തിയപ്പോൾ ഒരു വെട്ടുകൊണ്ടതാണ് ചാടാതിരിക്കാൻ. അങ്ങനെ ഹനുവിന് വെട്ടുകൊണ്ടതുകൊണ്ടാണ് ഈ ഹനുമാനായി മാറി. അപ്പോഴാണ് അച്ഛൻ നിന്നെ കൊണ്ട് പാതാളത്തിൽ പോയി സകല ചരാചരങ്ങളും നിലച്ചുപോയി. ഭഗവാൻ നിന്നെ കൊണ്ട് പാതാളത്തിൽ ചെന്നു. പിന്നെ ബ്രഹ്മാവും വിഷ്ണു മഹാദേവനൊക്കെ വന്ന് സമസ്താപരാധം പറഞ്ഞപ്പോഴാണ് നാട്ടിൽ കാറ്റ് വീശിപ്പോയി. ഇതൊക്കെ മറന്നുപോയോ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തപ്പോഴാണ് ഒറ്റച്ചാട്ടത്തിന് അവസ്ഥ. അങ്ങനെ വാനരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വാനരശ്രേഷ്ഠനായിട്ടുള്ള ആഞ്ജനേയൻ ഒറ്റക്കുതിപ്പിലെത്തിയ ലങ്കയിൽ എത്ര വാനരശ്രേഷ്ഠന്മാർ ചിറകെട്ടിയതിന് ശേഷമാണ് രാമൻ എന്ന സാധാരണ മനുഷ്യൻ നടന്ന് വലഞ്ഞ് ലങ്കയിലെത്തിയത് നമ്മൾ ആലോചിക്കുന്നത്. രാമന് സാധിക്കാത്ത കാര്യമല്ല. പക്ഷെ രാമൻ അങ്ങനെ പോകാൻ വഴിയുള്ളൂ. രാമൻ വേഷപ്രച്ഛന്നനായിട്ടാണ്. നമ്മുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ വേഷപ്രച്ഛന്നനാണ്. മനുഷ്യനായി വേഷപ്രച്ഛന്നനായി മനുഷ്യവേഷത്തിൽ വന്ന ഒരാളാണ്. ദൈവത്തിന്റെ ഒരു ഗുണവും, ദൈവത്തിന്റെ ഒരു ഭാവവും, ദൈവത്തിന്റെ ഒരു സ്വഭാവവും, ദൈവത്തിന്റെ ഒരു രീതിയും, ദൈവത്തിന്റെ ഒരു ഗുണവും കാണിച്ചാൽ അപകടമാകുന്ന ഒരു അവതാരമായിരുന്നു രാമൻ. അതാണ് വാൽമീകി പറയുന്നത്. അങ്ങനെ ചിറകെട്ടി അപ്പുറത്തെത്തി യുദ്ധമധ്യേ തളർന്നു വീണു സഹോദരൻ പേടിച്ചുപോയി. ഭഗവാൻ എന്താ പേടിക്കേണ്ട ആവശ്യം? പക്ഷെ എന്റെ സഹോദരൻ മരിച്ചുപോയി എന്നറിയുന്ന സഹോദരൻ മരണം സംഭവിച്ചേക്കുമെന്നുള്ള ഒരു വ്യാധി അദ്ദേഹത്തിനുണ്ടായി. പഞ്ചപാമരുടെ കാര്യമൊക്കെ നമുക്ക് അപ്പൊ ഒടുവിൽ രാവണനെ വധിക്കുമ്പോഴൊക്കെ നമ്മൾ കാണും. പക്ഷെ അവിടെയാണ് ധർമ്മിഷ്ഠനായി രാവണവധം കഴിഞ്ഞതിന് ശേഷം എന്നാൽ നമുക്ക് സീതാദേവിയെ കാണാം എന്ന് പറഞ്ഞ് കയ്യൊക്കെ വിരിച്ച് രാമൻ പോയില്ല. നമ്മുടെ സിനിമയിൽ കാണുന്ന നായകൻ ഒടുവിൽ ഇടിച്ചു കയറുന്ന പോലെ ഒന്നും രാമൻ പോയില്ല. രാമൻ ആളെ പറഞ്ഞു യുദ്ധം ജയിച്ചിരിക്കുന്നു. അത് സീതാദേവിയെ അറിയിക്കണം. നമ്മൾ കൊട്ടാരവാതിക്കൽ ഉണ്ട് എന്ന ദേവിയെ അവിടെ ചെന്ന് അറിയിക്കണം. ദേവിയെ അറിയിച്ച് ദേവിക്ക് സമ്മതമുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് ആരാധനാപൂർവ്വം ആദരപൂർവ്വം ദേവിയെ കൊണ്ടുവരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായ സ്ത്രീകളോട് പെരുമാറാനുള്ള സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും എന്ന വാക്കൊന്നുകൂടി പറയട്ടെ, സ്വന്തം ഭാര്യയോട് പോലും പെരുമാറേണ്ട രീതികൾ ഒരു ഭർത്താവിൽ കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും ഉദാത്തമായ മാതൃകകളാണ് ശ്രീരാമൻ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂർണ്ണഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച രാമൻ വാൽമീകി രാമായണത്തിൽ ഇല്ല എന്ന് ആദ്യമേ ഞാൻ പറയാൻ കാരണം ആ രാമനെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ വാൽമീകി രാമായണത്തിൽ ഇല്ല. നമുക്കത് വിശദമായിട്ട് മറ്റൊരു സമയത്ത് പറയാൻ ഈശ്വരൻ സമയം തരട്ടെ എന്ന് വിശ്വസിക്കാം. അങ്ങനെ പോയി പറയുന്നു, ഭഗവാൻ വരുന്നു. അപ്പോഴാണ് പറയുന്നത് ഇത് രാജ്യം നമുക്ക് കൂട്ടിച്ചേർക്കാൻ. നമ്മൾ യുദ്ധം ജയിച്ചല്ലോ, ഇവിടുത്തെ രാജാവ് കൊല്ലപ്പെട്ടല്ലോ, ആ രാജാവിനെ നമ്മൾ കൊന്നുകളഞ്ഞല്ലോ. അതുകൊണ്ട് അയോധ്യ മാത്രമല്ല ഈ രാജ്യവും നമ്മുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്നാണ് ധർമ്മിഷ്ഠ പറഞ്ഞത്. സാധാരണ മനുഷ്യൻ പറയേണ്ട ഒരു വാചകം അത് ഇത് നമ്മുടേതാണല്ലോ, നമുക്കിവിടെ കുറച്ചു കാലം കഴിയാമല്ലോ എന്ന് പറയേണ്ടതല്ല. അങ്ങനെയുള്ളവനല്ല നിങ്ങൾ സാധാരണ മനുഷ്യൻ. അത് നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ
നമ്മുടേതല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവന് വേണ്ടി ജയിക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾക്ക് ശേഷം അതിന് തിരിച്ചു കൊടുക്കണം എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുവാണ്. ബംഗ്ലാദേശിലെ യുദ്ധമൊക്കെ ഓർമ്മയുണ്ടോ മുതിർന്നവർക്ക്? 1971 ഡിസംബർ മാസം 3-ാം തീയതി മുതൽ ഡിസംബർ മാസം 16-ാം തീയതി വരെ നടന്ന യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശിനെ ആക്രമിച്ച് കീഴടക്കി തകർക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അന്ന് ഈസ്റ്റ് പാകിസ്ഥാനാണ്, അപ്പുറത്ത് വെസ്റ്റ് പാകിസ്ഥാൻ. അങ്ങനെ ഒരു 17 ദിവസം യുദ്ധം കഴിഞ്ഞപ്പോൾ 93,000 പട്ടാളക്കാരെ കൊണ്ടു. എന്നുവെച്ചാൽ ഏതാണ്ട് 100,000 പട്ടാളക്കാരെ പിറകിൽ നിർത്തിയാണ് മേജർ ജനറൽ നിയാസി എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാളിന്റെ പടനായകൻ നമ്മുടെ മേജർ ജനറൽ അറോറയ്ക്ക് മുമ്പിൽ കീഴടങ്ങൽ പരിപാടി ഒപ്പുവെച്ചത്. ഞങ്ങൾ കീഴടങ്ങുന്നു, ഇനി ബംഗ്ലാദേശിനോട് യുദ്ധം ചെയ്യാൻ, ഈസ്റ്റ് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല. അന്ന് രാത്രി നമ്മൾ യുദ്ധം നിർത്തി. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മറ്റു കാരണങ്ങളിലേക്ക് പോകരുത്, അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകരുത്. നമ്മുടെ രാജ്യം പോകേണ്ട രീതികൾ അതാണ് എന്ന് നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ട് എന്ന് മാത്രമേ പറയൂ. അങ്ങനെ അല്ല നമ്മുടെ രാജ്യം പോകുന്നതെങ്കിൽ അങ്ങനെ അല്ലല്ലോ പോകുന്നത് എന്ന് പറയാനുള്ള ധാരണയും നമുക്കുണ്ടാകും. പക്ഷെ അന്ന് യുദ്ധം നിർത്താനുണ്ടായ കാരണം നമ്മുടെ ലക്ഷ്യം ബംഗ്ലാദേശ് പിടിച്ചെടുക്കലല്ല, നമ്മുടെ ലക്ഷ്യം വെസ്റ്റ് പാകിസ്ഥാൻ പിടിച്ചെടുക്കലല്ല, ബംഗ്ലാദേശിന്റെ വിമോചനമാണ് ഇത് തെളിയിക്കുകയും അവർ കീഴടങ്ങുകയും യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ തന്ത്രം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം വ്യതിചലിക്കുന്നു എന്നൊക്കെയുള്ളത് രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമാണ്. അത് വേറൊരു വിഷയമാണ്, മറ്റൊരു സ്ഥലത്ത് സംസാരിക്കേണ്ട വിഷയം. അത് രാമൻ കാണിച്ചു തന്നു നമുക്ക്. യുദ്ധം കഴിഞ്ഞു, രാജാവ് പരാജയപ്പെട്ടു. അവിടെ തടങ്കലിരിക്കുന്ന എൻ്റെ ഭാര്യയോട് ഞാൻ ആളെ വിട്ട് ചോദിക്കുന്നു, ഞങ്ങൾ യുദ്ധം ജയിച്ചിരിക്കുന്നു, ഞങ്ങൾ കൊട്ടാരത്തിന് പുറത്തുണ്ട്, വരാൻ തയ്യാറാണോ, താല്പര്യമുണ്ടോ? ഉവ്വ് എന്ന ഭാര്യയുടെ മറുപടി വരുന്നു. കൂട്ടിക്കൊണ്ടുവരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട, മുറിവേറ്റ, കൊല്ലപ്പെട്ട രാജാക്കന്മാരുടെയും പ്രധാന രാജാവിൻ്റെയും രാവണന്റെയും ശിരസെറ്റി കിടക്കുന്ന രാവണന്റെയും മുന്നിൽ അദ്ദേഹത്തിന്റെ സഹോദരനെ അവരുടെ രാജാവായി വാഴിച്ച് അവർ മടങ്ങി വരും. അപ്പൊ ഇങ്ങനെ സാധാരണക്കാരന് എത്തിപ്പിടിക്കാവുന്ന മേഖലകൾ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ഭരണരംഗത്ത്, നൈതിക രംഗത്തൊക്കെ ഒട്ടനവധി വേദികൾ ഉണ്ട് എന്ന് വാൽമീകിയുടെ രാമായണം നമ്മൾ പറയും. അപ്പം അതുകൊണ്ട് ഈ 31 ദിവസം വായിച്ച് അവസാനിപ്പിക്കേണ്ട ശ്രേഷ്ഠ ഗ്രന്ഥമല്ല രാമായണം. 365 ദിവസവും ആവർത്തിച്ച് വായിക്കേണ്ട ഒരു പുരാണ ഒരു ഗ്രന്ഥം തന്നെയാണ് രാമായണം. അത് 31 ദിവസം കൊണ്ട് നമ്മൾ വായിക്കുന്നു. കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് ഒരു പക്ഷേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ സാന്ദർഭികമായിട്ട് പറയുന്ന പ്രഭാഷകരോട് വരുന്നുണ്ടാകാം. അപ്പൊ കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് രാമായണം വായിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ആ 30 ദിവസം നമ്മൾ വായിക്കുന്നു, അതിന്റെ വ്രതശുദ്ധിയോടുകൂടി വായിക്കുന്നു, അതിന്റെ താളത്തിൽ വായിക്കുന്നു, അതിന്റെ രീതിയിൽ വായിക്കുന്നു. അത് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ? ചിങ്ങമാസം 1-ാം തീയതി, ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച രാവിലെ നമ്മളിൽ എത്ര പേർ രാമായണം വായിക്കും? 99% പേരും വായിക്കില്ല, ഞാൻ ഉൾപ്പെടെ. കാരണം നമുക്ക് കർക്കിടക മാസത്തിൽ വായിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. അങ്ങനെ DC ബുക്സിന്റെ ആദ്യത്തെ പേരിൽ എഴുതി വെച്ചിട്ടില്ല, കർക്കിടക മാസത്തിൽ മാത്രം വായിക്കാൻ ഉതകുന്ന ഗ്രന്ഥം എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ രാമായണ മാസക്കാലത്ത് എടുക്കേണ്ട ഒരു തീരുമാനം, രാമായണം 365 ദിവസവും മുടക്കം കൂടാതെ, എനിക്ക് സത്യപ്പെടുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സഹോദരിമാരും ഒക്കെ ഉണ്ട്, രാവിലെ ഇരുന്ന് രാമായണം വായിക്കൊന്നും നടക്കില്ല. രാത്രി വീട്ടിൽ വരുന്നത് രാത്രി 8 മണിക്കാവും. ഇപ്പോൾ പല സഹോദരിമാർ, പല കൊച്ചു പെൺകുട്ടികൾ തന്നെ ജോലി കഴിഞ്ഞ് വരുന്നത് രാത്രി 8 മണിക്കോ 9 മണിക്കോ രാത്രി 12 മണിക്കോ. അവർക്ക് സൗകര്യപ്പെട്ടൊരു സമയത്ത്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയുള്ളൊരു സമയത്ത്, മനസ്സിൽ വൃത്തിയുള്ളൊരു സമയത്ത്, മനസ്സ് ശുദ്ധമാണെന്ന് നമുക്ക് ബോധ്യമുള്ളൊരു സമയത്ത് നമ്മൾ അതിൽ 4 വരി വായിക്കുന്നു. അത് വാൽമീകി രാമായണമാക്കാൻ ശ്രമിക്കാമോ എന്ന് മാത്രമേ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് വിനീതമായൊരു അഭ്യർത്ഥനയുള്ളൂ. അധ്യാത്മരാമായണം വായിക്കണ്ട എന്നല്ല, വാൽമീകി രാമായണം ഒരു മഹാപാരാവാരം. ഈ എല്ലാ അധ്യാത്മരാമായണങ്ങളും, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഉൾപ്പെടെ, രാമാനുജന്റെ രാമായണം ഉൾപ്പെടെ, കമ്പനുടെ രാമായണം ഉൾപ്പെടെ എല്ലാ രാമായണങ്ങളും ചെന്നു ചേരുന്ന ഒരു വലിയൊരു പാരാവാരമാണ് അത് വാൽമീകിയുടെ രാമായണം.
ആ വാത്മീകിയുടെ രാമായണമാണ് അതിൻ്റെ ഊർജ സ്രോതസ്. ആ സ്രോതസ് മനസ്സിലാക്കാൻ അടുത്ത 11 മാസം, അടുത്ത കർക്കിടകം വരെ ആ രാമായണം പാരായണം ചെയ്യാൻ ഗദ്യരൂപത്തിൽ കിട്ടും. പദ്യം വേണമെന്നില്ല, ഗദ്യരൂപത്തിൽ കിട്ടും. പച്ചയായ മലയാളത്തിൽ ഒരുപാട് പേർ അത് എഴുതിയിട്ടുണ്ട്. ആ 24,000 ശ്ലോകങ്ങളും മലയാളത്തിൽ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാനുള്ള ശ്രമം ഈ ഇരിക്കുന്ന സദസ്സിൽ കുറെ പേർക്കെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചാൽ ഈ രാമായണ മാസത്തെ പുണ്യമായി, രാമായണ മാസത്തിന്റെ പുണ്യമായി, രാമായണ മാസം നമുക്ക് നൽകിയ പുണ്യമായി, രാമായണ മാസത്തിൽ നമ്മളെടുത്ത പുണ്യമായ തീരുമാനമായി അതിനെ കണക്കാക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. അത്തരത്തിൽ രാമനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, രാമൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, രാമൻ എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ എങ്ങനെ ഒരു നരൻ നാരായണനായി മാറാൻ കഴിയുമെന്ന് രാമന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വാൽമീകി മഹർഷിയുടെ വഴിയിലൂടെ നടക്കാൻ അധ്യാത്മരാമായണം വായിക്കുന്നതോടൊപ്പം പഠനാർഹമായി ആഴത്തിൽ പഠിക്കാൻ വാൽമീകിയുടെ രാമായണം വായിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരുപക്ഷെ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തേക്കാൾ കടന്നുപോയി എന്നുണ്ടെങ്കിൽ പോലും എന്നോട് കാണിച്ച സ്നേഹത്തിന്, മുതിർന്നവർ കാണിച്ച സ്നേഹത്തിന്, മുതിർന്ന സഹോദരി സഹോദരന്മാർ കാണിച്ച വാത്സല്യത്തിന്, എന്നോട് കാണിച്ച സഹകരണത്തിന് എല്ലാത്തിനും ഒരിക്കൽ കൂടി ഈ ഭഗവത് സന്നിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഞാൻ പറഞ്ഞുപോയ തോന്നിയാക്ഷരങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്കോ എനിക്കോ അറിയാതെ എൻ്റെ മനസ്സിൽ വായുന്നത് വീണുപോയ തോന്നിയാക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അത് സദയം പൊറുക്കാൻ അകത്തൊരാളുണ്ടല്ലോ എന്ന ആത്മവിശ്വാസത്തോടുകൂടി എൻ്റെ തെറ്റുകളും ശരികളും ആ കാൽപാദങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് ആ ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഏതാണ്ട് 1.25 മണിക്കൂറുകളുടെ വാൽമീകിയുടെ രാമൻ നമ്മുടെ പ്രഭാഷകൻ നമ്മളിലേക്ക് പകർന്നു തന്നത് ഓരോ മനുഷ്യനും എങ്ങനെ ഒരു രാമനെ പോലെ നല്ല പുരുഷനായി മാറണം എന്നുള്ളത് ഒരു പഠനമാണ്, ഒരു പഠനമാണ് നടത്തിയത്. അത് കുറച്ചെങ്കിലും നമ്മളുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഈ പുണ്യമാസത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു വരദാനമായി അതിനെ കണക്കാക്കാം. ഇന്നത്തെ പ്രഭാഷകനായ ശ്രീ ആർ ബാലകൃഷ്ണൻ അവർക്ക് കൃതജ്ഞത പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് എത്തിയതിനുള്ള ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ സെക്രട്ടറി തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു വിളിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും വിളിച്ച സ്ഥിതിക്ക് ശ്രീ രാമേന്ദ്രൻ സാർ ഇവിടെ വന്ന് ശ്രീ ബാലേഷ് സാർ ഇവിടെ വന്ന് ഇങ്ങനൊരു നല്ല പ്രഭാഷണം വാൽമീകി രാമായണത്തെപ്പറ്റി അല്ലെങ്കിൽ രാമനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ SNDP യോഗത്തിൻ്റെയും SNBC യോഗത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി. നമസ്കാരം. ഔഷധക്കഞ്ഞി തയ്യാറാണ്. ഔഷധക്കഞ്ഞി കുടിക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നാളത്തെ പരിപാടി നടത്തുന്നത് ശ്രീമതി സ്മിത പ്രിയകുമാർ അവർകളാണ്. നമുക്കൊക്കെ വളരെ പരിചിതയാണ്. നമ്മുടെ കുടുംബ യൂണിറ്റ്
പ്രാർത്ഥനാ യോഗങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ വന്ന് നമുക്കൊക്കെ പരിചിതയായ ശ്രീമതി സ്മിത നാളെ ക്ലാസ് എടുക്കുന്നു. എല്ലാവരും 6:30 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളത്തെ സ്മിത ടീച്ചർ പറയുന്നത് രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റിയാണ്. അപ്പൊ എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ഒരു വിവരമാണ്. ഓഗസ്റ്റ്